Dear students, welcome to Target Learning App. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2021 കീമിലെ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? എഡ്ഡി കറന്റ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ഓഫ് എഡ്ഡി കറന്റ്. ഓക്കെ, എഡ്ഡി കറന്റ് എന്തിന്റെ ആപ്ലിക്കേഷനിലാണ് യൂസ് ചെയ്യാത്തത്? താഴെ കൊടുത്തതിൽ അല്ലേ. ഇൻഡക്ഷൻ ഫർണസ് നമ്മൾ ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞ കാര്യമാണ്, NCERT ബുക്കിൽ കൊടുത്തതാണ്. സോ ഇൻഡക്ഷൻ ഫർണസിൽ എഡ്ഡി കറന്റിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് ഇൻഡക്ഷൻ ഫർണസ് അല്ല. തെർമൽ ജനറേറ്ററിൽ നമ്മൾ പഠിച്ചിട്ടില്ല. തെർമൽ ജനറേറ്ററിൽ എന്തിന്റെ ആപ്ലിക്കേഷൻ പഠിച്ചിട്ടില്ല? നമ്മൾ എഡ്ഡി കറന്റിന്റെ ആപ്ലിക്കേഷൻ പഠിച്ചിട്ടില്ല. അപ്പൊ തെർമൽ ജനറേറ്ററിൽ സ്വാഭാവികമായും ജനറേറ്ററിൽ എന്തുണ്ടാവില്ല? ഈ എഡ്ഡി കറന്റിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവില്ലല്ലോ. സോ ആൻസർ എന്താണ്? തെർമൽ ജനറേറ്റർ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇലക്ട്രിക് പവർ മീറ്ററിലും ആപ്ലിക്കേഷൻ ഉണ്ട്. മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻസിലും ആപ്ലിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇല്ലാത്തതിലാണ് തെർമൽ ജനറേറ്ററിലാണ്. സോ ഒന്നിന്റെ ആൻസർ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോട്ടൽ ഇന്റൻസിറ്റി ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോൾസ്. ഓക്കെ, സോ എർത്തിന്റെ പോളില് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് 7 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇറ്റ്സ് വാല്യൂ അറ്റ് ദ ഇക്വേറ്ററീസ്, അതിന്റെ ഇക്വേറ്ററിലെ വാല്യൂ ആണ് നമ്മൾ കാണേണ്ടത്. സോ ഇവിടെ എന്തുണ്ട്? ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. ഒരു ബാർ മാഗ്നറ്റ് എർത്ത് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു ബാർ മാഗ്നറ്റ് ബെറി ഇതുപോലെ നമ്മൾ കൺസിഡർ ചെയ്യുക. എർത്ത് മാഗ്നറ്റിസം നമുക്കറിയാം. സോ ഇവിടെ ശരിക്കും ഈ ഒരു മാഗ്നറ്റിന്റെ പോൾ, ഇത് പോൾ അല്ലെ, മീൻസ് ഇത് ശരിക്കും പോളിലാണ്. അപ്പൊ പോൾ എന്ന് പറയുമ്പോൾ ആക്സിയൽ, ഈ ഒരു മാഗ്നറ്റിന്റെ ആക്സിയലിലാണ് ആ പോള് വരുന്നത്. ഇപ്പൊ നമ്മള് ഒരു മാഗ്നറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ മാഗ്നറ്റിന്റെ ആക്സിയൽ പോയിന്റ് ആണല്ലോ ഇത്. ഇതെന്താ മക്കളെ? ഇക്വേറ്ററും ആണല്ലോ അല്ലെ, ആക്സിയലും ഇക്വേറ്ററും. സോ ഒരു ആർ ഡിസ്റ്റൻസ് അകലെ അത് ഇക്വേറ്ററിൽ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റിയുടെ ഇരട്ടിയായിരിക്കും എവിടെ ഉണ്ടാക്കുക? ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു എവിടെ പിന്നെ ആക്സിയൽ പോയിന്റിൽ. സോ അപ്പൊ ഇവിടെ 2b ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും ആക്സിയലിൽ 7 യൂണിറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വേറ്ററിലാണ് ചോദിച്ചത് അല്ലെ. അതായത് 2b ആണ് നമുക്ക് തന്നത്. എത്ര? 7 യൂണിറ്റ് അല്ലെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആ. അങ്ങനെയാണെങ്കിൽ പോൾ മീൻസ് ഇവിടുത്തെ ഭൂമിയുടെ ഇക്വേറ്ററിൽ, എർത്തിന്റെ ഇക്വേറ്ററിൽ എത്രയാ മക്കളെ ഇപ്പൊ ഉണ്ടാവുക? ഈ ഒരു പോയിന്റിൽ എത്ര ഉണ്ടാവുക? ഇവിടെ 2b ആണെങ്കിൽ ഇവിടെ b, ഇത് 2b ആണെങ്കിൽ ഇവിടെ b ആവണം അല്ലെ. അപ്പൊ 2b 7 ആണ്. സോ b ഈസ് 7/2. സോ ആൻസർ ഈസ് 3.5 യൂണിറ്റ്സ് ആണ് എവിടെ ഉണ്ടാവുക? ഇവിടെ നമ്മുടെ എർത്തിന്റെ ഇക്വേറ്ററിൽ എന്തുണ്ടാവുക? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് കൃത്യമായി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ആക്സിയലിൽ ഒരു മാഗ്നറ്റിന്റെ, ഒരു ബാർ മാഗ്നറ്റിന്റെ ആക്സിയലിലെ ഇന്റൻസിറ്റിയുടെ ഇരട്ടിയായിരിക്കും, പകുതി ആയിരിക്കും അവിടെ ഉണ്ടാവുക ഇക്വേറ്ററിൽ എന്തുണ്ടാവുക? ഇന്റൻസിറ്റി ഉണ്ടാവുക. ഓക്കെ, ആക്സിയൽ പോയിന്റും ഇക്വറ്റോറിയൽ പോയിന്റും നമ്മൾ പഠിച്ച കാര്യമാണ്. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലും പഠിക്കുന്നുണ്ട്, മാഗ്നറ്റിക്സിലും പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ഹിയർ ആൻസർ ഈസ് ബോയ്. ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഇത് EM വേവ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Electromagnetic waves against their detection device are matched below. ഇത് കറക്റ്റ് NCERT കൊടുത്ത ഒരു കാര്യമാണ്. കൃത്യമായി NCERT പറഞ്ഞ കാര്യം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ എന്താണ്? മാച്ച് ദ ഫോളോയിങ് മീൻസ് ഇതിൽ മാച്ച് ചെയ്യാത്തതാണ് ചോദിക്കുന്നത് അല്ലെ. ഓക്കെ, ഡിറ്റക്ഷൻ ആർ മാച്ച്ഡ് ബിലോ ദ മിസ്മാച്ച്. ഓക്കെ, മിസ്മാച്ച് കാണണം. ഗാമ എന്താണ്? അയോണൈസേഷൻ ചാമ്പർ. ഓക്കെ ഫൈൻ, ഇത് കറക്റ്റ് ആണ്. ഓക്കെ, ഇത് ആൻസർ അല്ല, ഇത് മാച്ചിങ് ആണ്. മൈക്രോവേവ്സ് പോയിന്റ് കോണ്ടാക്ട് ഡയോഡ്, യെസ് അത് മാച്ചിങ് ആണ്. എക്സ്റേ എന്താണ്? ഫോട്ടോ ഫിലിം ആണ്. ഓക്കെ, മാച്ചിങ് ആണ്. ഡിറ്റക്ഷൻ ഡിവൈസ് ആണ്, ഡിറ്റക്ട് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് അൾട്രാ വയലറ്റ് റേസ് തെർമോപൈൽസ് വെച്ചല്ല UV റേസ് ഡിറ്റക്ട് ചെയ്യുക അല്ലെ. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. സോ അവർ ആൻസർ ഈസ് ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇൻഫ്രാറെഡ് എന്താണ്? ബോളോമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യും? ഡിറ്റക്ട് ചെയ്യും. ഫൈൻ. സോ തേർഡ് ക്വസ്റ്റ്യൻ, ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. In an electromagnetic wave, EM wave ആണ്, the oscillating electric and magnetic field vectors are oriented in. നമുക്കറിയാം EM വേവ്സിൽ ശരിക്കും ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് പിന്നെ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ. ഓക്കെ, ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക. റെഡി? ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇതിങ്ങനെ ഫൈൻ. സോ നോക്കാം എന്തൊക്കെ ചോദിച്ചു നോക്കാം. They are mutually perpendicular direction. Electric field vectors ഉം magnetic field vectors ഉം എന്താണ്? Mutually perpendicular directions. അത് കറക്റ്റ് ആണ്. With a phase difference of pi/2. അത് റോങ് ആണ്. ഇവര് ഇൻ ഫേസിലാണ് കേട്ടോ. ഇവര് നോക്കിക്കേ, ഇവര് ഒരേ ഫേസിലാണ് പോകുന്നത്. ഓക്കെ,
സോ അവർ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഇല്ല. ഓക്കെ, പക്ഷെ അവരെന്താണ് 90 മീൻസ് അവർ പെർപെൻഡിക്കുലർ, അവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് പോവുക അല്ലെ. അതിന്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ത്, അതിന്റെ വൈബ്രേഷൻസ് ഉണ്ടാവുക. എനിവേ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. The same direction and in the same phase. Same direction and in the same phase. Same direction അല്ല, തെറ്റാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. ഓക്കെ, പിന്നെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ കറക്റ്റ് ആണ് വിത്ത് എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ, തെറ്റാണ്. സെയിം ഡയറക്ഷൻ അല്ല, അത് തെറ്റാണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് ആൻഡ് ആർ ഇൻ ഫേസ്. ഓക്കെ, അപ്പൊ എന്താണ്, അവർ സെയിം ഫേസ് ആണ്. ഇൻ ഫേസ് എന്ന് പറഞ്ഞാൽ സെയിം ഫേസിലാണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് അല്ലേ. സോ ആൻസർ ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് മക്കളെ, ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Fresnel distance for an aperture of size A illuminated by a parallel beam of light of wavelength lambda. Okay, deciding the validity of ray optics is. Validity of ray optics എന്ന ടോപ്പിക്കിൽ, വേവ് ഒപ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ വാലിഡിറ്റി ഓഫ് റേ ഒപ്റ്റിക്സ് എന്ന ആ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ കൃത്യമായി പറയുന്നുണ്ട് എത്രയാണ് ഫ്രനൽ ഡിസ്റ്റൻസ്, എത്രയാണ് വാലിഡിറ്റി. അതായത് റേ ഓപ്റ്റിക്സ് വാലിഡ് ആവുക എ സ്ക്വയർ ബൈ ലാംഡ ഡിസ്റ്റൻസിൽ മാത്രമാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ ഉള്ളിലാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് പഠിച്ചു വെക്കണം, എ സ്ക്വയർ ബൈ ലാംഡ. കറക്റ്റ് ആൻസർ ഈസ് എ സ്ക്വയർ ബൈ ലാംഡ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, NCERT-യിൽ നിന്ന് കറക്റ്റ് നേരെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ, 6th ക്വസ്റ്റ്യൻ ആണ്. ദ അപ്പാരന്റ് ഡെപ്ത് of a needle lying in a water beaker is found to be 9 centimeter. So ഒരു ബീക്കർ ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരു ബീക്കർ ഉണ്ട്. ഓക്കെ, apparent depth of a needle lying in a water beaker. ഇതിൽ എന്തുണ്ട്, വാട്ടർ ഉണ്ട്, വെള്ളം ഉണ്ട്. ഓക്കെ, സോ ആ ഒരു ഇതിലൊരു നീഡിൽ ഉണ്ട്. ഓക്കെ, ഒരു നീഡിൽ ഉണ്ട്. ഓക്കെ, ഈ നീഡിലിന്റെ ശരിക്കുള്ള ലെങ്ത് എത്രയാണ് മക്കളെ? ശരിക്കുള്ള ലെങ്ത് 9 സെന്റിമീറ്റർ ആണ്. അല്ല, ദ അപ്പാരന്റ് ഡെപ്ത് ഓഫ് നീഡിൽ ലൈങ് ഇൻ എ വാട്ടർ ബീക്കർ ഈസ് ഫൗണ്ട് ടു ബി. ഓക്കെ, അപ്പോ ഇതിന്റെ അപ്പാരന്റ് ഡെപ്ത് എത്രയാണ്? 9 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇഫ് വാട്ടർ ഈസ് റീപ്ലേസ്ഡ് ബൈ എ ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. അപ്പൊ ഇനി എന്താണ് ഇവിടെ? വാട്ടർ റീപ്ലേസ് ചെയ്യാണ്, വേറെ ഒരു ലിക്വിഡിനാൽ വാട്ടർ റീപ്ലേസ് ചെയ്യാണ്. ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. Then the apparent depth of needle will be. Okay, അപ്പോൾ ഈ നീഡിലിന്റെ apparent depth കാണും. So here ഇത് mu2 കൊടുക്കാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാറ്റ് ഈസ് 1.5 ആണ്. ഇവിടെ mu1 കൊടുക്കാം, ഇറ്റ്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 4/3 ആണ്. വാട്ടർ അല്ലേ. ഓക്കെ, അവിടെ കൊടുത്തിട്ടുണ്ട് 4/3 കൊടുത്തിട്ടുണ്ട്. ഫൈൻ. സോ കൊടുത്തത് എന്താണ്? അപ്പൊ ഈ നീഡിൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അപ്പാരന്റ് ഡെപ്ത് എത്ര ഫീൽ ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ അപ്പാരന്റ് ഡെപ്ത് കാണാം. സോ ഫ്രം ദിസ് ഈ ഒരു ഫിഗർ നമുക്ക് ആദ്യം റിയൽ ഡെപ്ത് കാണാം. എന്താ ഇക്വേഷൻ? അപ്പാരന്റ് ഡെപ്ത് ഇസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഫ്രം റിയൽ ഡെപ്ത് ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു അപ്പാരന്റ് ഡെപ്ത് ഉണ്ടാവും അല്ലേ. സോ ഇവിടുന്ന് കാണുമ്പോൾ 4/3 ഇൻറ്റു 9 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് കട്ടാവുമ്പോൾ 12 സെന്റിമീറ്റർ ആണ് ഇയാളുടെ എന്ത് റിയൽ ഡെപ്ത്. സോ ഇനി ഇതിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് അപ്പാരന്റ് ഡെപ്ത് എങ്ങനെ കാണാം? അപ്പാരന്റ് ഡെപ്ത് ഇസ് ഈക്വൽ ടു real depth divided by refractive index, that is equal, real depth is 12 centimeters. So 12 centimeter divided by its refractive index is 1.51, that is 3/2. Okay, 2 മോള് കയറുമ്പോൾ ഇത് കട്ടാവുമ്പോൾ 4 12/3 4 into 8 centimeter is the right answer. So E is the correct answer. ക്ലിക്ക് ആയല്ലോ മക്കളെ, സിമ്പിൾ ആണ്. അപ്പൊ ആദ്യത്തെ ബീക്കർ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ റിയൽ ഡെപ്ത് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? രണ്ടാമത്തെ ബീക്കറിന് ആ റിയൽ ഡെപ്തും അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? അപ്പാരന്റ് ഡെപ്ത് കാണുക. സിമ്പിൾ ക്വസ്റ്റ്യൻ, 6th one ട്ടോ. ഓക്കെ, പെട്ടെന്ന് ചെയ്യാം, 1 minute കൊണ്ട് ഈസി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ്, an object is placed at 10 centimeter in front of a concave mirror. So here it is. What is this? This is a concave mirror. This is a concave mirror. So an object, ഒരു ഒബ്ജക്റ്റ് ഉണ്ട് 10 centimeter in front of a concave mirror. If the image is at 20 centimeters from the mirror on the same side of the object. Okay, അപ്പോൾ ഇമേജ്, ഇത് ഒബ്ജക്റ്റ് ആണ്, ഇവിടെ ഇമേജ് ഉണ്ടായിട്ടുണ്ട്, ഇമേജ് IM. ഇമേജ് എത്ര ഡിസ്റ്റൻസിലാണ് മക്കളെ ഉണ്ടായത്? 20 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഉണ്ടായി എന്ന് പറഞ്ഞു. ഫൈൻ. നൗ then the magnification produced by the mirror is. അങ്ങനെയാണെങ്കിൽ മിററിന്റെ മാഗ്നിഫിക്കേഷൻ കാണും അല്ലെ. മിററിന്റെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ M is equal to -V/U ഉണ്ട്, അല്ലെങ്കിൽ HI/H.
മൈനസ് വി എന്താ മക്കളെ, വി എന്ന ഇമേജിലേക്ക് ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് -20 ഡിവൈഡ് ബൈ u is -10 that is 20/10 is 2 ആണ്. 3 നെഗറ്റീവ് ഉണ്ട്, സോ ആൻസർ ഈസ് -2. സോ ആൻസർ ഈസ് -2. -2 ആണ് എന്ത് മാഗ്നിഫിക്കേഷൻ ഉണ്ടാവുക. ശരിക്കും ഇമേജ് ഇങ്ങനെ അല്ല ഉണ്ടാവുക, അങ്ങനെ തല കുത്തനെ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഡിസ്റ്റൻസ് കിട്ടിയാൽ മതി, കാരണം മാഗ്നിഫിക്കേഷൻ അല്ലേ കാണുള്ളൂ. സോ v/u ചെയ്താൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് കിട്ടും ആൻസർ. സോ -2 ആണ്. ഇവിടെ +2 കൊടുത്തില്ല, സാധാരണ +2 ഉണ്ടാവാറുണ്ട് പറ്റിക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ, എന്തായാലും ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, -2. നെക്സ്റ്റ് വൺ ഈസ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ മക്കളെ 8th one? In Young's double slit experiment, two different light beams of wavelengths λ1 and λ2 produce interference pattern with the bandwidth β1 and β2. Okay, Young's double slit experiment ആണ്. അതിൽ രണ്ട് ഡിഫറെന്റ് ലൈറ്റ് ബീംസ് ഉണ്ട്, അവരുടെ വേവ് ലെങ്ത്തുകൾ ഡിഫറെന്റ് ആണ്, λ1 and λ2 ആണ്. ഓക്കെ, സോ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സിന്റെ എന്താ പറയാ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് β1 ഉം β2 ആണ്. ഓക്കെ, if the ratio of β1 and β2 is 3:2, so β1 by β2 is എത്രയാണ് 3/2 ആണെന്ന് പറഞ്ഞു. then ratio between λ1 and വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ മക്കളെ. β1 by β2 3/2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ സൈഡിലേക്ക് എഴുതാം. So β1 by β2 is equal to ബീറ്റ എന്താ lambda d by d ആണ് അല്ലേ. ഓക്കെ, സോ λ1 d by d കൊടുക്കാം, താഴെ എന്താ λ2 d by d എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഡയറക്റ്റ് ആണ്. സോ ഇവിടുന്ന് d ക്യാൻസൽ, d ക്യാൻസൽസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു λ1 by λ2. ഓക്കെ, λ1 by λ2 എന്ന് പറയുമ്പോൾ ഇത് λ1 by λ2ന്റെ റേഷ്യോ ആണ് നമ്മൾ ചോദിച്ചത്. So β1 by β2 ആണ്, that is 3:2 ആണ്. So answer is D is the right answer. Simple. Okay, ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇതൊക്കെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതൊക്കെ ഒപ്റ്റിക്സ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഓൾസോ ഫ്രം ഒപ്റ്റിക്സ്. ഐ തിങ്ക് പോളറൈസിംഗ് ആംഗിൾ ഉണ്ട്, വേവ് ഒപ്റ്റിക്സ് എന്നാണ്. If theta p is the polarizing angle for a glass plate of refractive index mu and critical angle theta c. അപ്പോൾ ഒരു ഗ്ലാസിന്റെ പോളറൈസിംഗ് ആംഗിൾ ആണ് തീറ്റ പി, ക്രിറ്റിക്കൽ ആംഗിൾ തീറ്റ സി ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് tan ഓഫ് പോളറൈസിംഗ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ബ്രൂസ്റ്റേഴ്സ് ലോ പഠിച്ചതാ. നെക്സ്റ്റ് വൺ ഈസ് ക്രിറ്റിക്കൽ ആംഗിൾ തീറ്റ സി ആണെങ്കിൽ സൈൻ തീറ്റ സി വിൽ ബി ഈക്വൽ ടു 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. 1/n21 ആ വരിക. 1/n21 എന്നുള്ള n2/n1 n1 1 ആവും. സോ 1/n2 ഉണ്ടാവും. സോ മ്യൂ എന്ന് കൊടുക്കാം, ഇവിടെ മ്യൂ അല്ല തന്നത്. ഓക്കെ, ഫൈൻ. സോ ഇവിടുന്ന് ചോദിച്ചത് എന്താണ്, തീറ്റ പി ഇസ് ഈക്വൽ, അത് ഈക്വൽ ആവൂല എന്തായാലും. ടാൻ തീറ്റ പി ഇൻറ്റു സൈൻ തീറ്റ സി എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. ടാൻ തീറ്റ പി ഇൻറ്റു സൈൻ തീറ്റ സി ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു 1/μ. യെസ്, ആൻസർ ഈസ് 1. യെസ്, കറക്റ്റ്. ടാൻ തീറ്റ പി ഇൻറ്റു സൈൻ തീറ്റ സി is 1. Simple. Okay, വേറെ അതൊന്നും ശരിയാവില്ല, അത് ശരിയാവില്ല, ശരിയാവില്ല. യെസ്, വെരി ഗുഡ്. സോ ആൻസർ ഈസ് ബോയ്സ് ദ ബി is the right answer. Clear? Simple question. Next one is two materials A and B having respective work functions. രണ്ട് മെറ്റീരിയൽസ് ഉണ്ട്, ഇത് A, ഇത് B. Okay, A ഉണ്ട്, B ഉണ്ട്. Okay, work functions ഇവിടുത്തെ 50 work function 3 electron volt and here it is 50 4 electron volt. Fine. Are emitting photo electrons of same maximum kinetic energy of 1 electron. So ഇവിടുന്ന് പോകുന്ന ആളുടെ kinetic energy 1 electron volt. അവിടുന്ന് emit ചെയ്ത് പോകുന്ന ആളുടെ kinetic energy 1 electron volt. Fine. If the wavelength of incident light of A is, ഇതിന്റെ ഇൻസിഡന്റ് ലൈറ്റിന്റെ വേവ് ലെങ്ത് lambda A 500 nanometer and then that of light ഇൻസിഡന്റ് ഓൺ ബി ഈസ്, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വേവ് ലെങ്ത് കാണണം, ലാംഡ ബി കാണണം. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്കൊരു കാര്യം പറയാം, എന്ത്, ഇവിടുന്ന് ലൈറ്റ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വരുന്ന ലൈറ്റിന്റെ എനർജി ദാറ്റ് ഈസ് എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറയാം. ശരിയല്ലേ? സോ നമുക്ക് ഒന്നാമത്തെ കേസിൽ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എച്ച് ന്യൂ പറയുമ്പോൾ എച്ച് സി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ് 50 plus kinetic energy എന്ന് പറയാം. റെഡി? സോ ഫ്രം ഹിയർ എച്ചും സിയും ഇപ്പോൾ ഈ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ എച്ച് സി ബൈ ലാംഡ ബി. അപ്പോൾ ഇവിടെ നമുക്ക് ലാംഡ എ എന്ന് കൊടുക്കാം, സി ബൈ ലാംഡ എ.
is equal to phi 0 plus work function plus എന്താണ് അവിടുത്തെ കൈനറ്റിക് എനർജി ഉണ്ടാവും. ശരിയല്ലേ? ഓക്കെ. നൗ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് ഇക്വേഷൻ 2 ആക്കി എടുക്കാം. ഇത് ഇക്വേഷൻ 1 ആക്കി എടുക്കുകയാണെങ്കിൽ 1/2 നമുക്ക് വേണ്ടത് ലാംഡ ബീൻ്റെ അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, 1/2 ചെയ്യാം. 1/2 which implies 1/2 ചെയ്യുമ്പോൾ hc by lambda a by hc by lambda b is equal to പറയുമ്പോൾ ഈ hcയും കട്ട്, അപ്പോൾ അതെന്തായി മാറും, ലാംഡ ബി ബൈ ലാംഡ എ എന്നാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ എന്താ വരിക, അപ്പോൾ ആദ്യം നമ്മൾ ഇതാ ഡിവൈഡ്, അപ്പോൾ phi 0 പ്ലസ് കൈനറ്റിക് എനർജി ബൈ രണ്ടാമത്തോൻ്റെ phi 0 പ്ലസ് അവൻ്റെ കൈനറ്റിക് എനർജി. ശരിയല്ലേ? അപ്പോൾ ലാംഡ ബി ബൈ ലാംഡ എ കിട്ടും. സോ ഫ്രം ഹിയർ, ഓക്കെ, ഫ്രം ഹിയർ വാല്യൂസ് ഒക്കെ ഉണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല, ഓപ്ഷൻ അടക്കട്ടെ. സോ ഹിയർ അപ്പോൾ ലാംഡ ബി ബൈ ലാംഡ എ ഇസ് ഈക്വൽ ടു എന്താണ്, phi 0, ഒന്നാമത്തെ phi 0 3 ആണ്, ഇലക്ട്രോൺ വോൾട്ട് ആണ്, പ്ലസ് അവൻ്റെ കൈനറ്റിക് എനർജി എത്ര 1 ഇലക്ട്രോൺ വോൾട്ട്. സോ 3 + 1 ഡിവൈഡ് ബൈ രണ്ടാമത്തെ phi 0 4 ആണ്, അവൻ്റെ കൈനറ്റിക് എനർജി 1 ആണ്. സോ 4/5 എന്ന് കിട്ടും. സോ ഫ്രം ദിസ് നമുക്ക് എന്ത് കാണാം മക്കളെ, ലാംഡ ബി ഇസ് ഈക്വൽ ടു 4/5 ഇൻറ്റു ലാംഡ എ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ എന്റെ വാല്യൂ ഐ തിങ്ക് ദാറ്റ് ഈസ് 500 നാനോമീറ്റർ. ഓക്കെ ഫൈൻ. അപ്പോൾ എത്ര ഉണ്ടാവുക, 4/5 ഇൻറ്റു 500. സോ 5 ക്യാൻസൽസ്, ദ ആൻസർ ഈസ് 400 നാനോമീറ്റർ എന്നുണ്ടാവും. ഓക്കെ, 400 നാനോമീറ്റർ. നോക്കാം, അപ്പോൾ ഓപ്ഷൻ ഉണ്ടോ നോക്കാം നമുക്ക്. യെസ്, ഓപ്ഷൻ ഉണ്ടോ നോക്കാം, ഉണ്ടോ? എ ഇസ് ദ റൈറ്റ് ആൻസർ. യെസ്, എ ഇസ് ദ കറക്റ്റ് ആൻസർ. സോ അവർ ആൻസർ ഈസ് എ, 400 നാനോമീറ്റർ. സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കുറച്ചൊന്ന് എഴുതണം എന്നേ ഉള്ളൂ, വേഗം ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. 11th ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് ദ മൊമെന്റം ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ ഈസ് ഹാഫ് ദാറ്റ് ഓഫ് എ പ്രോട്ടോൺ. ഒരു പ്രോട്ടോൺ, ഒരു ആൽഫ, അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്, ഒരു ആൽഫ പാർട്ടിക്കിളും ഉണ്ട്, പിന്നെ പ്രോട്ടോണും ഉണ്ട്. ഞാൻ ആൽഫ പി എഴുതാം. മൊമെന്റം ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ ഹി ഈസ് ഹാഫ് ദാറ്റ് ഓഫ് എ പ്രോട്ടോൺ. സോ നമുക്ക് പ്രോട്ടോണിന്റെ മൊമെന്റം, ഇത് പ്രോട്ടോണിന്റെ മൊമെന്റം പി എന്ന് കൊടുക്കാം. അപ്പോൾ ആൽഫന്റെ എന്തായിരിക്കും, p/2 ആയിരിക്കും. Then the ratio between the wavelength of their de Broglie waves is, അപ്പോൾ de Broglie ഈ രണ്ട് പാർട്ടിക്കിൾസ് ആണ്. പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, അതുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് വേവ് ഉണ്ടാവും. ആ വേവിന്റെ വേവ് ലെങ്ത് ആണ് എന്ത്, de Broglie വേവ് ലെങ്ത്. സോ ലാംഡ ഈസ് ഈക്വൽ ടു h/p ആണ് ശരിക്കും എന്ത്, de Broglie വേവ് ലെങ്ത് വരിക അല്ലേ. സോ നമുക്ക് റേഷ്യോ ആണ് കാണേണ്ടത്, ആദ്യം ആൽഫ പിന്നെ പ്രോട്ടോൺ. സോ ലാംഡ ആൽഫ ബൈ ലാംഡ പ്രോട്ടോൺ വിൽ ബി ഈക്വൽ ടു h by momentum of proton by h by momentum of h by momentum of alpha by h by momentum of proton ഉണ്ടാവും. h cancel. So momentum of proton by momentum of alpha. അപ്പം പ്രോട്ടോണിന്റെ മൊമെന്റം p ആണ്, ആൽഫന്റേത് p/2 ആണ്. സോ ആൻസർ ഈസ് 2:1 എന്നുണ്ടാവും. ഓക്കെ, 2:1. ഓപ്ഷൻ is the correct answer. ഓപ്ഷൻ is the right answer. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ. അപ്പൊ മക്കളെ എങ്ങനെയുണ്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉള്ളത് അല്ലേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത സിമ്പിൾ തന്നെ തോന്നുന്നത്, അടുത്ത ന്യൂക്ലിയർ എന്നാട്ടോ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കാം. ഡ്യൂറിംഗ് ബീറ്റ മൈനസ് ഡി കെ, ബീറ്റ പ്ലസ് ഡി കെ ഉണ്ട്, ബീറ്റ മൈനസ് ഡി കെ നമുക്കറിയാം. സോ ബീറ്റ മൈനസ് ഡി കെ ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെന്റ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ഇറ്റ്സ്. എടാ മക്കളെ, ബീറ്റ മൈനസ് ഡി കെയിൽ അറ്റോമിക് നമ്പർ ഒന്ന് കൂടുതലുണ്ട്. അറ്റോമിക് നമ്പർ ഒന്ന് കൂടുക പറഞ്ഞാൽ പ്രോട്ടോൺ എന്താവും, കൂടും. അപ്പോൾ ഒരു മാറ്റം ഉണ്ടാകാറില്ല. ശരിയല്ലേ? ഓക്കെ, സോ ബീറ്റ മൈനസ് ഡി കെയിൽ മാസ് നമ്പറിൽ ഇൻക്രീസ് ഉണ്ടാവും, നെവർ. ന്യൂട്രോണിൽ ഇൻക്രീസ് ഉണ്ടാവും, നെവർ. ഇലക്ട്രോണിൽ ഇൻക്രീസ് ഉണ്ടാവും, നെവർ. പ്രോട്ടോണിലാണ് കൂടുക, അതുകൊണ്ട് അറ്റോമിക് നമ്പർ ഒന്ന് കൂടും. ഓക്കെ, ഈ ബീറ്റ മൈനസ് ഡി കെ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് പോകണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ന്യൂക്ലിയസിനുള്ളിൽ ആരില്ല, ഇലക്ട്രോൺ ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കുന്ന നിങ്ങൾക്ക്, ഒരു ന്യൂട്രോൺ എന്താകും, ഒരു ന്യൂട്രോണ് ഇലക്ട്രോണുമാവും ഒരു പ്രോട്ടോണുമായിട്ട് മാറും. ഓക്കെ, പിന്നെ ആന്റി ന്യൂട്രിനോ ഒക്കെ ഉണ്ടാവും, കൺസിഡർ ചെയ്യണ്ട. സോ ഈ ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവുക. അപ്പൊ ബാക്കി ഒരു പ്രോട്ടോൺ ഉണ്ടാവും അല്ലേ. ഒരു ന്യൂട്രോൺ അപ്പൊ ഇല്ലാണ്ടായി. ന്യൂട്രോൺ ഇല്ലാണ്ടായാൽ മാസ് നമ്പർ ഒന്ന് കുറയും, പക്ഷേ ഒരു പ്രോട്ടോൺ അഡീഷണൽ ആയി വന്നു. അപ്പൊ ആ കുറഞ്ഞ മാസ് നമ്പർ എന്താവും, മേക്ക് ഓവർ ആവും. ഓക്കെ, സോ പക്ഷെ വേറെ പ്രശ്നമുണ്ട്,
ഉള്ളിൽ ഒരു എക്സ്ട്രാ പ്രോട്ടോൺ വരികയാണ്. പ്രോട്ടോണിന്റെ എണ്ണത്തിൽ ഒരു വർധനവുണ്ട്. പ്രോട്ടോണിന്റെ എണ്ണമാണല്ലോ എന്ത്, അറ്റോമിക് നമ്പർ. സോ പ്രോട്ടോൺ ഒന്ന് കൂടുന്നുണ്ട് അല്ലെ. അപ്പൊ പ്രോട്ടോൺ നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. മാസ് നമ്പറിന് ഒരു മാറ്റമില്ല. ന്യൂട്രോൺ നമ്പറിൽ എന്തുണ്ട്, ഇൻക്രീസ് അല്ല ഡിക്രീസ് ആണ്. ന്യൂട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്, ഡിക്രീസ് പക്ഷേ ഇൻക്രീസ് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചു. അപ്പൊ ആരാ കൂടുക, പ്രോട്ടോണിന്റെ എണ്ണമാണ് മക്കളെ എന്ത് ചെയ്യുക, കൂടുക. സോ ആൻസർ ഈസ് 12th ആൻസർ എന്താണ്, ഒരു സംശയം വേണ്ട, എന്താണ്, ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10 raised to 18 fissions, 10 raised to 18 fissions per second is required for 10 raised to 18 fission, okay, per second is required for producing power of എത്രയാ, 300 മെഗാവാട്ട്. 300 മെഗാവാട്ട് പവർ ഉണ്ടാക്കാൻ 10 raised to 18 fissions per second ആവശ്യമുണ്ട്. പിന്നെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ഓക്കെ, ടു ഇൻക്രീസ് ദ പവർ ഔട്ട്പുട്ട് ടു 360 മെഗാവാട്ട്. അപ്പം ഇത് നമുക്ക് എന്താക്കണം മക്കളെ, 360 മെഗാവാട്ട് ആയിട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ദ അഡീഷണൽ നമ്പർ ഓഫ് ഫിഷൻസ് റിക്വയർഡ് പെർ സെക്കൻഡ് ഈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഒരു ഫിഷൻ പെർ സെക്കൻഡിന് എത്ര മെഗാവാട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, 300/10⁻18 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നൗ നമുക്ക് വേണ്ട 360. അപ്പം നമുക്ക് പിന്നെ ഒരു ഫിഷൻ പെർ സെക്കൻഡ്, സോറി തിരിച്ച് ഒരു ഫിഷൻ കിട്ടിയ കാര്യമില്ല, ഇങ്ങനെ തിരിച്ചു ചെയ്താൽ നമുക്ക്. അതായത് 300 മെഗാവാട്ട് പവറിന് 10⁻18 ഫിഷൻസ് പെർ സെക്കൻഡ് വേണം. അപ്പൊ 1 മെഗാവാട്ട് ഉണ്ടാക്കാൻ എത്ര വേണം, 10⁻18/300 ഫിഷൻ പെർ സെക്കൻഡ് നടക്കണം. ശരിയല്ലേ, നടക്കണം. ഫൈൻ. ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഇനി നമുക്ക് വേണ്ടത് 360 മെഗാവാട്ടാണ്. സോ 1 മെഗാവാട്ടിന് ഇത്രയുമാണെങ്കിൽ 360 മെഗാവാട്ടിന് അപ്പൊ എത്ര വേണ്ടി വരും മക്കളെ, 10⁻18/300 into 360 വരും. സോ ഇത് കട്ട് 6 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് 6 ആകും, ഇത് 5 ആകും. സോ 6/5 അല്ലെ. അപ്പൊ എത്ര ഉണ്ടാകും, 6/5 into 10⁻18 ഉണ്ടാവും. ഓക്കെ, സോ 6/5 അല്ലേ. അപ്പോ ഓക്കെ, അപ്പൊ 300 മെഗാവാട്ട് ഉണ്ടാക്കാൻ 10⁻18ഉം 300ന് 10⁻18ഉം 360 ഉണ്ടാക്കാൻ 6/5 എന്ന് പറയുമ്പോ എത്ര ഉണ്ടാകും, 1.2. സോ 1.2 10⁻18 ഉണ്ട്. ശരിയല്ലേ. സോ ഇവിടെ എത്ര ഉണ്ടാകും എന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര അഡീഷണൽ നമ്പർ ഓഫ് ഫിഷൻ റിക്വയർഡ് പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ 1.2 എക്സസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോറി എക്സസ് അല്ല, ഇവിടെ 1.2. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്കൊന്നേ ഇങ്ങനെയൊക്കെ 10 × 10⁻17 എഴുതാം. ഇവ നമുക്ക് 12 × 10⁻17 എഴുതിയാൽ അപ്പോൾ എത്ര ഡിഫറൻസ് നമുക്ക് ഈസി ആയിട്ട് കാണാം അല്ലെ. അപ്പൊ എത്ര ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ഫിഷൻസ് പെർ സെക്കൻഡ് എത്ര കൂടി എന്നല്ലേ. അപ്പൊ 300 ഉണ്ടാക്കാൻ 10⁻18 അല്ലെങ്കിൽ 10⁻17 വേണം. അത്രയും ഫിഷൻസ് പെർ സെക്കൻഡ് വേണം. 360 കിട്ടാൻ എത്ര വേണം, മൊത്തം വേണ്ടത് 12⁻17 വേണം. അപ്പൊ എത്ര പിന്നെ അഡീഷണൽ നമ്പർ ഓഫ് എന്ത് വേണം, ഫിഷൻസ് വേണം എന്ന് ചോദിച്ചാൽ 12 - 10 that is 2. ആൻസർ ഈസ് 2 × 10⁻17 അല്ലെങ്കിൽ 0.2 × 10⁻18 എന്ന് പറയാം. സോ ഓപ്ഷൻ എ അല്ല, ഇതല്ല. യെസ്, ആൻസർ ഈസ് ദ റൈറ്റ്. 2 × 10⁻17 ഫിഷൻസ് പെർ സെക്കൻഡ് വേണം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത്, അപ്പൊ അത് ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയാ, അത് ലോജിക്കലി നമുക്ക് എന്താ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, ശരിക്കും ഇപ്പൊ ഇതിനെ കുറിച്ച് ന്യൂക്ലിയർ എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ അത്. അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിലും എന്താണ്, ഒരു സിമ്പിൾ ആയ ഒരു മാത്തമാറ്റീഷ്യൻ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്. ദ റേഷ്യോ ഓഫ് ടോട്ടൽ എനർജി ഇ ഓഫ് ദി ഇലക്ട്രോൺ ടു ഇറ്റ്സ് കൈനറ്റിക് എനർജി കെ ഇൻ ഹൈഡ്രജൻ. എത്രയോ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും ഒക്കെ തമ്മിലുള്ള ബന്ധം. എടാ മക്കളെ, കൈനറ്റിക് എനർജി അതൊക്കെ തമ്മില ടോട്ടൽ എനർജി. ഓക്കെ, റേഷ്യോ ഓഫ് ടോട്ടൽ എനർജി ഓഫ് ദി ഇലക്ട്രോൺ ടു ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇൻ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും ഈക്വൽ ആണ്, പക്ഷെ ഒരു നെഗറ്റീവ് സൈൻ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പൊ സപ്പോസ് ടോട്ടൽ എനർജി ഇ ആണ് എങ്കിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും മക്കളെ, സോറി ടോട്ടൽ എനർജി -E ആണ് എങ്കിൽ, സോറി
ടോട്ടൽ എനർജി എന്താണെങ്കിൽ മൈനസ് ഇ ആണ് എങ്കിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും പ്ലസ് ഇ. കൈനറ്റിക് എനർജിന്റെ വാല്യൂ പ്ലസ് ആ വരിക, ടോട്ടൽ എനർജി എന്താ വരില്ല നെഗറ്റീവ് ആ വരിക അല്ലെ. ഓക്കെ, സോ ടോട്ടൽ എനർജി മൈനസ് ഇ ആണെങ്കിൽ കൈനറ്റിക് എനർജി പ്ലസ് ഇ ആണ്. എത്രയോ പ്രാവശ്യം ക്ലാസ്സുകൾ പറഞ്ഞ കാര്യമാണ്. സോ ദ ആൻസർ -1 ആണ് വരിക. സോ ആൻസർ ഈസ് ഡി. സിമ്പിൾ, നോക്കി ആൻസർ പറയാൻ പറ്റും. ഓക്കെ, ഇത്രയോ പ്രാവശ്യം നമ്മൾ എഴുതുന്ന ഒരു കാര്യം കൂടിയാണ് എന്ത്, ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു മൈനസ് കൈനറ്റിക് എനർജി നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ ഫൈൻ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ മാസ് നമ്പർ ഓഫ് 2 ന്യൂക്ലിയൈ ആർ ഇൻ ദ റേഷ്യോ 3:2. മാസ് നമ്പർ, രണ്ട് ന്യൂക്ലിയൈകളുടെ, ന്യൂക്ലിയൈ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, രണ്ട് ന്യൂക്ലിയൈകളുടെ മാസ് നമ്പറുകൾ തമ്മിൽ, അപ്പൊ നമുക്ക് A1:A2 മാസ് നമ്പർ എ വെച്ച് കാണിക്കുകയാണെങ്കിൽ A1:A2 ഈസ് 3:2. ഫൈൻ. ദെൻ ദ റേഷ്യോ ഓഫ് ദെയർ ന്യൂക്ലിയർ ഡെൻസിറ്റീസ്. ഇത് ഒരു എന്താ പറയാ, നിങ്ങളെ ഒരു കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ കൃത്യമായി ക്ലാസ് പറഞ്ഞൊരു കാര്യം, ന്യൂക്ലിയർ എടുക്കുന്ന സമയത്ത് എന്താണ്, ന്യൂക്ലിയസുകളുടെ ന്യൂക്ലിയർ ഡെൻസിറ്റി എല്ലാ ന്യൂക്ലിയസിലും സെയിം ആണ്. ടോട്ടൽ മാസ് ഓഫ് ദി ന്യൂക്ലിയസ് ബൈ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, അതാണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം ഡെൻസിറ്റി ടോട്ടൽ മാസ് ഓഫ് ദി ന്യൂക്ലിയസ് ബൈ വോളിയം. അപ്പൊ നമ്മൾ ഡെൻസിറ്റി പറയുമ്പോൾ എല്ലാ ന്യൂക്ലിയസിന്റെയും ഡെൻസിറ്റി എന്താ മക്കളെ സെയിം ആണ്. പക്ഷെ എല്ലാ ന്യൂക്ലിയസിന്റെയും മാസ് സെയിം ആവില്ല, മാസ് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഡെൻസിറ്റി എല്ലാ ന്യൂക്ലിയസിനും എന്താ സെയിം ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് വൺ. സോ രണ്ടാളുടെയും ഡെൻസിറ്റികൾ തമ്മിലുള്ള റേഷ്യോ, ഓക്കെ, ന്യൂക്ലിയസിന്റെ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ ആണെങ്കിൽ നമുക്ക് ചെയ്യാണ്ട്, ഓക്കെ, മാസ് വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ എന്തല്ല, പിന്നെ ഡെൻസിറ്റി തമ്മിലുള്ള റേഷ്യോ എന്തല്ല, മീൻസ് ഡിഫറെന്റ്, വ്യത്യാസമല്ല. അതുകൊണ്ട് സെയിം ആണ് രണ്ടും ഡെൻസിറ്റി. അതുകൊണ്ട് രണ്ടിന്റെയും വാല്യൂ സെയിം ആയതുകൊണ്ട് 1:1 ആണ് ഡെൻസിറ്റി റേഷ്യോ വരിക കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആണ്, ഹോൾസ് ആർ മൈനോറിറ്റി കാരിയേഴ്സ് അല്ല, ഹോൾസ് മെജോറിറ്റി കാരിയേഴ്സ് ആണ്. ദ വാക്കൻസി ഓഫ് ഇലക്ട്രോൺ ഈസ് എ ഹോൾ വിത്ത് നെഗറ്റീവ് ചാർജ് അല്ല, വാക്കൻസി ഓഫ് ഇലക്ട്രോൺ ആണ് ഹോൾ, പക്ഷെ അത് പോസിറ്റീവ് ചാർജ് ആണ്. സോ തെറ്റാണ്. ദ ഇംപ്യൂരിറ്റി എലമെന്റ് ആഡഡ് ഈസ് ഡോണർ ടൈപ്പ്. ഇംപ്യൂരിറ്റി പി ടൈപ്പ് ആകണമെങ്കിൽ ഡോണർ ടൈപ്പ് അല്ല, അക്സെപ്റ്റഡ് ടൈപ്പ് ആ വേണ്ടത്. ഒരു ഹോള് അല്ലെ, ട്രൈവാലന്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടത്. സോ ഇത് തെറ്റാണ്. നെക്സ്റ്റ്, ഫോർ എവറി പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി ആറ്റം ആഡഡ് ആൻ എക്സ്ട്രാ ഹോൾ ഈസ് ക്രിയേറ്റഡ്. ഫോർ എവറി പെന്റാവാലന്റ് അല്ല, ട്രൈവാലന്റ് ആണ്. സോ തെറ്റാണ്. The electron will move from one hole to another hole constituting a flow of current. Yes, exactly right. Answer is E. ശരി. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരു ഹോളിൽ നിന്ന് മറ്റേ ഹോളിലേക്ക് ഇലക്ട്രോൺസ് ഇങ്ങനെ ചാടി ചാടി കളിക്കുക. അപ്പോൾ ഹോൾ ഇങ്ങനെ പോകണം, ഇലക്ട്രോൺസ് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഹോൾ മൂവ് ചെയ്യുന്ന മാതിരി ഫീൽ ചെയ്യും. ഇതൊക്കെ ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞ പോയിന്റ്സ് ആണ്. ഓക്കെ, ഇത് ഞാൻ ഇതുവരെ പറഞ്ഞതിൽ എല്ലാ ക്വസ്റ്റ്യൻസും ക്ലാസ്സിൽ +2 കുട്ടികൾക്ക് സാധാ നോർമൽ എൻട്രൻസ് അല്ല, സാധാ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ CB മോഡ് ഓഫ് എ, വീണ്ടും ഇലക്ട്രോണിക്സ് അല്ലെ, CB മോഡ് കോമൺ ബേസ് ആണ് മോഡ് ഓഫ് ട്രാൻസിസ്റ്റർ. കോമൺ ബേസ് ആണെങ്കിൽ ഇങ്ങനെയല്ലേ മക്കളെ വരിക, കോമൺ ബേസ് ആണെങ്കിൽ ഓക്കെ ഇങ്ങനെ, ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ. ഓക്കെ, the current through the emitter is 6 milliampere. So current through IE എത്രയാ മക്കളെ 6 mA ആണ്. If the current gain of the പിന്നെ transistor is 0.95. So current gain എങ്ങനെ കാണാം മക്കളെ, current gain output current by input current അല്ലേ. So IC by IE ആണ് current gain, that's value is 0.95. So IC by IE അത് 0.95 ആണ്. ആയിക്കോട്ടെ, അപ്പോ then its base current IB കാണുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ IE നമുക്ക് അറിയാം. അപ്പൊ ഇവിടുന്ന് IC കിട്ടും. IC is equal to എന്താണ് 0.95 into IE ആണ്. That is 0.95 into what is IE 6 ആണ്. That is equal to 95 into 6 3 54 സോ 5.7 ഉണ്ടാവും അല്ലെ. സോ 5.7 ആണ് എന്ത്, 5.7 എന്താ മക്കളെ വരിക, മില്ലി ആംപിയർ വരിക കേട്ടോ. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്, IB അല്ലേ വേണ്ടത്. സോ IE is equal to IB plus IC. എല്ലാവർക്കും വരുന്ന ഇക്വേഷൻ ആണ്. ഫ്രം ഹിയർ വാട്ട് ഈസ് IB is equal to IE minus IC ആണ്. that is equal to 6 minus 5.7. its value is 0.3 milliampere. So our answer is
ബി ഈസ് ദ റൈറ്റ് ആൻസർ. ബി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബി കറക്റ്റ് ആൻസർ അല്ലേ? സോ പോയിന്റ് 3. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിലർക്ക് ഓക്കെ അല്ലേ? സിമ്പിൾ. കറണ്ട് ഗെയിൻ നമ്മൾ കറണ്ട് ഗെയിനും അറിയാം, എമിറ്റർ കറണ്ടും അറിയാം. അവിടെ നമ്മൾ കളക്ടർ കറണ്ട് കിട്ടും. ആ കളക്ടർ കറണ്ടും എമിറ്റർ കറണ്ടും വെച്ച് നമുക്ക് ബേസ് കറണ്ട് കാണാം. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. The compound semiconductor used for making LEDs of different colors. Okay. LED ഡിഫറെന്റ് കളേഴ്സുള്ള LED ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടറിൽ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ്. ഓക്കെ, അത് NCERT കൃത്യമായി അതുപോലെ തന്നെ പറഞ്ഞതാണ്. ഗാലിയം ആർസനൈഡിന്റെ കാര്യം പറയുന്നുണ്ട്, ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡിന്റെ കാര്യം പറയുന്നുണ്ട്. ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് ആണ് എന്ത് LED വേണ്ടി യൂസ് ചെയ്യുന്ന ഡയോഡ്. ഓക്കെ, സോ ആൻസർ ഈസ് എ ഈസ് ദ റൈറ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വേറെ എന്തൊക്കെയുള്ളത്? ഗാലിയം ഇൻഡിയം അല്ല, ഇൻഡിയം ആർസനൈഡ് അല്ല, ഒക്കെ ഇന്ത്യയാണ്. ഗാലിയം ആർസെനൈഡ് അല്ല, ഇതൊന്നും അല്ല. ഓക്കെ, ആൻസർ ഈസ് കറക്റ്റ്. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ പഠിച്ചതാണ്. along with a tank circuit with positive feedback will act as a പഠിച്ച കാര്യമാണ്. ഓസിലേറ്ററിന്റെ ഫീഡ്ബാക്ക് ഓസിലേറ്ററിന്റെ കേസ് നമ്മൾ പഠിച്ചതാണ്. പവർ ആംപ്ലിഫയർ അല്ല, വോൾട്ടേജ് ആംപ്ലിഫയർ അല്ല, ഫുൾ വേവ് റെക്ടിഫയർ അല്ല, ഇതൊക്കെ നമുക്ക് എന്താണെന്ന് അറിയാം. സോ ആൻസർ സിമ്പിൾ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഓസിലേറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ട്രാൻസ്മിറ്റർ the audio signal of frequency omega m, okay, audio signal frequency omega m ആണ്, ട്രാൻസ്മിറ്റർ ആണ്, is modulated by the carrier signal omega c. Okay, അപ്പോൾ omega c carrier signalന്റെ frequency ആണ് omega c, and the band pass filter in it rejects the frequencies. ഏതൊക്കെയാണ് എന്ത് ബാൻഡ് പാസ് ഫിൽറ്റർ എന്ത് ചെയ്യുക? ഫിൽറ്റർ ഏതൊക്കെ ഫ്രീക്വൻസിയാണ് റിജക്ട് ചെയ്യുക? ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒമേഗ സി എന്താ റിജക്ട് ചെയ്യൂല. ഓക്കെ, കൃത്യമായി NCERT കൃത്യമായി പറഞ്ഞ കാര്യമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഒമേഗ സി റിജക്ട് ചെയ്യോ? ഇല്ല. പക്ഷെ ഒമേഗ എം റിജക്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഒമേഗ എം എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. സോ അപ്പൊ ഏതൊക്കെയാണ് ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ്. ഒമേഗ സി എന്ത് ചെയ്യൂല? റിജക്ട് ചെയ്യൂല. അതുകൊണ്ട് ഒമേഗ സി അല്ല. പിന്നെ ഒമേഗ സി മൈനസ് ഒമേഗ എമ്മും ഒമേഗ സി പ്ലസ് ഒമേഗ എമ്മും എന്ത് ചെയ്യൂല? റിജക്ട് ചെയ്യൂല. കൃത്യമായി പറയുന്ന കാര്യമാണ്. സോ എ അല്ല, ഓപ്ഷൻ ബിയും അല്ല. പിന്നെ സി ഒമേഗ എം ആൻഡ് 2 ഒമേഗ സി. യെസ്, കറക്റ്റ്. ഇതൊക്കെയാണ് ഒമേഗ എമ്മും 2 ഒമേഗ സിയും എന്ത് ചെയ്യും മക്കളെ? റിജക്ട് ചെയ്യും. ഓക്കെ, പിന്നെ ഒമേഗ സി മൈനസ് ഒമേഗ, അതായത് ഒമേഗ സി മൈനസ് ഒമേഗ എം ഒമേഗ സി പ്ലസ് ഒമേഗ എം ഇവരെന്ത് ചെയ്യില്ല? റിജക്ട് ചെയ്യില്ല. ഈ മൂന്നാണ് റിജക്ട് ചെയ്യില്ല. റിജക്ട് ചെയ്യില്ല. അപ്പോൾ ഒമേഗ എം എ റിജക്ട് ചെയ്യും, 2 ഒമേഗ സീനിയും എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ സിമ്പിൾ, എല്ലാവർക്കും അറിയാം. എല്ലാവരും ഇത് ആൻസർ ശരിയാക്കിയിട്ടുണ്ടാവും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. പിക്ക് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ കൊടുത്തതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ തിങ്ക് ദിസ് ഈസ് ഫ്രം മിക്സർ ആണ്. ഓക്കെ, സ്പീച്ച് സിഗ്നൽ റിക്വയർസ് എ ബാൻഡ്വിഡ്ത്ത് ഓഫ് 2800 Hz. കറക്റ്റ് ആണ്. ഓക്കെ, ദ അപ്രോക്സിമേറ്റ് ബാൻഡ്വിഡ്ത്ത് ടു ട്രാൻസ്മിറ്റ് മ്യൂസിക് ഈസ് 20 kHz. യെസ്, കറക്റ്റ് ആണ്. ദ ബാൻഡ്വിഡ്ത്ത് ഓഫ് വീഡിയോ സിഗ്നൽസ് റിക്വയർഡ് ട്രാൻസ്മിറ്റ് പിക്ചർ ഈസ് 4.2. യെസ്. ഓക്കെ, ബാൻഡ്വിഡ്ത്ത് യൂഷ്വലി അലോക്കേറ്റ് ടു ട്രാൻസ്മിറ്റ് TV signal 6 MHz. ഓക്കെ, ഡിജിറ്റൽ സിഗ്നൽസ് ആർ യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് സൈൻ വേവ്സ്. ഇത് സിമ്പിൾ ആണല്ലോ. ഇതൊക്കെ ഓക്കെ ആണ്. അപ്പോൾ ഡിജിറ്റൽ ഈ സൈൻ വേവ്സിൽ പോകല് അനലോഗ് സിഗ്നൽസ് ആണ്. ഡിജിറ്റൽ സിഗ്നൽസ് എപ്പോഴും 1 and 0 ഈ ടൈപ്പിലാണ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, സോ ഡിജിറ്റൽ സിഗ്നൽസ് സൈൻ വേവ്സ് പോലെ അല്ല ഉണ്ടാവുക. സോ ഡിജിറ്റൽ സിഗ്നൽസ് ആർ യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് സൈൻ വേവ്സ് എന്ന് പറഞ്ഞപ്പോൾ തെറ്റല്ലേ? സോ ദാറ്റ് ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻസർ ഈസ് ഇ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എ ഓൺ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് വെലോസിറ്റി റിസൾട്ട്സ് ഇൻ അനദർ ക്വാണ്ടിറ്റി ബി. എന്താ മക്കളെ പറഞ്ഞത്? എ എന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ത് ഓൺ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് വെലോസിറ്റി റിസൾട്ട്സ് അനദർ ക്വാണ്ടിറ്റി ബി. ഓക്കെ, എനെ ബിയുമായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി കിട്ടി. ഈ ദ ക്വാണ്ടിറ്റി ബി ഈസ് എനർജി, ദെൻ ദ ക്വാണ്ടിറ്റി എ. ഓക്കെ, അപ്പൊ എ ആണ് കാണേണ്ടത്. എ പറഞ്ഞാൽ ബി ബൈ വി, സിമ്പിൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. ബി എനർജി ആണ്, സോ എനർജി ബൈ വി വരും അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് എനർജിയും ഉപയോഗിക്കാം. എന്താ നമുക്ക് ഡയമെൻഷൻ നോക്കാം. നമുക്ക് എനർജി ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ വരിക? വർക്ക് ഡയമെൻഷൻ. സോ ml² T⁻⁻², എനർജി ഡയമെൻഷൻ ബൈ വെലോസിറ്റി LT⁻⁻1. സോ L ക്യാൻസൽ, ഒരു T⁻1 വരും. സോ ആൻസർ ഈസ് ml T⁻⁻1.
mass into velocity, that is momentum. Answer is B is the right answer. Simple question. Next, അടുത്തതും ഇതാണ് പിന്നെ യൂണിറ്റ്സ് മെഷർമെന്റ്. If the percentage errors in the measurement of mass, length and time എത്രയാണ്? 1%, 2%, 3% respectively. And the maximum permissible error in the measurement of the acceleration of a particle is. Acceleration എന്ന് പറയുമ്പോൾ അവിടെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വരിക. മീറ്റർ എന്ന് പറയുമ്പോൾ അത് ലെങ്ത് ആണ്, സെക്കൻഡ് എന്ന് പറയുമ്പോൾ അത് ടൈം ആണ്, ടൈമിന് സ്ക്വയർ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ലെങ്ത്തിന്റെ മെഷർമെന്റിൽ 2% എറർ ഉണ്ട്, അതുപോലെ തന്നെ ടൈമിന്റെ 3% എറർ ഉണ്ട്. അപ്പൊ പെർസെന്റേജ് എറർ ഇൻ എ, അപ്പൊ എന്തായിരിക്കും മക്കളെ വരിക? ലെങ്ത് റേസ് ടു 1 ആണ്, ടി റേസ് ടു 2 ഉണ്ട്. അപ്പൊ എത്ര വരിക? 2% പ്ലസ് 2 ഇൻറ്റു ടൈമിന്റെ 3%. സോ ആൻസർ ഈസ് 6 പ്ലസ് 2 8% is the right. സിമ്പിൾ ക്വസ്റ്റ്യൻ, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24th ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. എന്താണ്? പിന്നെ the radius of a circular path is 1.05. സർക്കുലർ പാത്തിന്റെ റേഡിയസ് 1.05 മീറ്റർ ആണ്. ഫൈൻ. ഇറ്റ്സ് ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ അപ് ടു കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ്. അപ്പൊ അതിന്റെ ഏരിയ കാണണം ഇൻ കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഏരിയ അറിയുമ്പോൾ പൈ ആർ സ്ക്വയർ. പൈന്റെ വാല്യൂ നമ്മൾ 3.14 എടുക്കുന്നു ഇൻറ്റു ആർ സ്ക്വയർ 1.05ന്റെ സ്ക്വയർ. ഓക്കെ, സോ ഇവിടെ ശരിക്കും 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. റേഡിയസിലും പൈയിലും നമ്മൾ 3 വെച്ചാണ് എടുക്കുന്നത്. സോ കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം ആർക്കാണോ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ളത്. ഇപ്പൊ പൈന്റെ വാല്യൂ 3.15 കുറെ വാല്യൂ നമ്പേഴ്സ് ഉണ്ട്, പക്ഷേ റേഡിയസ് 1.05 ആണ്. സോ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 3, ഒരു സംശയവുമില്ല. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻസറിലും 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ ഉണ്ടാകാവൂ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഓപ്ഷനിൽ എയിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ബിയിൽ 4 ഉണ്ട്, അപ്പൊ അതല്ല എന്തായാലും. സിയിലും 4 ഉണ്ട്, അതല്ല എന്തായാലും. ഇയിലും 4 ഉണ്ട്, അതല്ല എന്തായാലും. അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല അല്ലെ. 3.82 ഉണ്ട്, 3.47 ഉണ്ട്. ഇപ്പൊ ഏകദേശം നമുക്ക് വാല്യൂ കണ്ടെത്തണം. ആ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 105 വേ മൾട്ടിപ്ലൈ 25 2 5 0 0 0 5 0 1 അല്ലെ. 5 2 0 1 1 എത്ര പ്ലേസ് മാറ്റി? 4 പ്ലേസ് 1 2 3 4 1.1025 1.1ഉം 1025 ഉണ്ട്. 8 കട്ട് ചെയ്താണ്. 3.314 മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എത്ര ഉണ്ടാവും? 4134453 സോ യെസ്. അപ്പൊ 3ഉം 4ഉം 5 ഒക്കെ വരുന്നത്. 3ഉം 8ഉം 2 ആ, 3ഉം 4ഉം ഓക്കെ ഫൈൻ. അപ്പൊ ഏകദേശം ആൻസർ എന്താണ്? എന്തായാലും ഉള്ളിൽ ആൻസർ എ വരുള്ളൂ. കറക്റ്റ്. ഓക്കെ, മറ്റേ നമ്മൾ എലിമിനേറ്റ് ചെയ്തു, 2 ഓപ്ഷനിലേക്ക് എത്തി. ആ 2 ഓപ്ഷനിൽ 3.3454. അപ്പൊ പോയിന്റ് ഒക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ 1 2 3 പ്ലേസ് മാറ്റുമ്പോൾ 3.4 അങ്ങനെ സംതിങ് വരും. ഓക്കെ, ഞാൻ അവിടെ ഒരു 0.25 1.1025 ആ 0.25 ഒഴിവാക്കിയാ ചെയ്ത് ആൻസറിലേക്ക് എത്താൻ വേണ്ടിട്ടേ. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കണം കേട്ടോ. ആൻസർ ഈസ് എ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The velocity of a moving particle at any instant is I plus j. ഒരു മൂവിംഗ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി I plus j ആണ്. The magnitude and direction of the velocity of the particle is. Magnitude ഒരു സംശയം വേണ്ട, റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. കാരണം ഐന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, ജെന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ റൂട്ട് ഓഫ് ഐന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ പ്ലസ് ജെന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1. ആൻസർ ഈസ് റൂട്ട് 2. റൂട്ട് 2 ആണ് എന്ത്? റൂട്ട് 2 അല്ലാത്തൊക്കെ വെട്ടിയാളാ, 2 യൂണിറ്റ് ഒന്നും അല്ല ഇതൊക്കെ. അപ്പൊ ആൻസർ ഒന്നുകിൽ സി അല്ലെങ്കിൽ ഡി, ഒരു സംശയം വേണ്ട. സോ അവിടെ നോക്കിയാൽ റൂട്ട് 2 യൂണിറ്റ്സ്. അപ്പം ഓക്കെ, ഐ പ്ലസ് ജെ എന്ന വെക്ടർ എങ്ങനെ ഉണ്ടാവുക? എടാ മക്കളെ, ഐ പ്ലസ് ജെ എന്ന് പറയുമ്പോൾ എക്സിലേക്ക് 1 യൂണിറ്റ്, വൈയിലേക്കും 1 യൂണിറ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ, 45 ഡിഗ്രിയിൽ ഉണ്ടാവുള്ളൂ. ലോജിക്കലി തിങ്ക് ചെയ്യും. അതല്ലെങ്കിൽ പിന്നെന്താണ്? ഐ പ്ലസ് ജെ എന്ന വെക്ടർ എക്സുമായി ഉണ്ടാക്കുന്ന ആംഗിൾ കാണാൻ എങ്ങനെ? ഐ പ്ലസ് ജെ ഡോട്ട് ഇങ്ങനെ ഐ പ്ലസ് ജെ ഡോട്ട് ഐ ബൈ മോഡ് ഐ പ്ലസ് ജെ ഇൻറ്റു മോഡ് ഐ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ 1 മുകളിൽ വരും, താഴെ റൂട്ട് 2 ഇൻറ്റു 1 വരും. ആൻസർ ഈസ് 1/√2. 1/√2 ആണ് എന്ത്? കോസ് തീറ്റ വരിക. ദിസ് ഈസ് കോസ് തീറ്റ. അപ്പോൾ കോസ് തീറ്റ 1/√2 ആകുമ്പോൾ തീറ്റ എന്താ? 45 ഉണ്ടാവും. ആൻസർ ഈസ് 45 ഡിഗ്രി. ഇങ്ങനെ ചെയ്യേണ്ട ആ ഒരു ആവശ്യമില്ല ഇവിടെ. ഐ പ്ലസ് ജെ എന്ന് പറഞ്ഞാൽ ആ വെക്ടർ എങ്ങനെ പോവാ?
ആ എക്സ് ആക്സിന് വൈ ആക്സിന് കറക്റ്റ് മിഡ് കൂടെ പോകണം. സോ 45 ഡിഗ്രിയിൽ കൂടെ പോകണം. ആൻസർ ഈസ് സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഹാമർ ഈസ് ഹാമർ, ഇതാണ് നമ്മളെ ഹാമർ. ഹാമർ ഈസ് ഡ്രോപ്പ്ഡ് ഇൻ ടു എ മൈൻ. ഒരു മൈൻ്റെ മുകളിൽ ഒരു ഹാമർ ഡ്രോപ്പ് ചെയ്യാണ്. ഇറ്റ്സ് വെലോസിറ്റി അറ്റ് ഡെപ്ത് ഡി 2D 3D. അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഡി ഡെപ്തിൽ എത്തുമ്പോൾ ഉള്ള വെലോസിറ്റി കാണണം, ഡെപ്ത് 2D ഉള്ള വെലോസിറ്റി കാണണം, ഡെപ്ത് 3D ഉള്ള വെലോസിറ്റി കാണണം. ഇത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ യു സ്ക്വയർ 0 ആണ്. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഈ 3 കേസും നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ യു സ്ക്വയർ 3 കേസിലും 0 ആണ്. സോ 2 ഇൻറ്റു ജി ഇൻറ്റു ഡെപ്ത് വരും, ഡെപ്ത്. ഓക്കെ, അപ്പോൾ എച്ച് എന്ന് കൊടുക്കാം. ഓക്കെ, സോ അപ്പോൾ വി സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു എച്ച്. താഴേക്ക് വന്നതാണ് ഈ എച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? അപ്പോൾ വി ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് എച്ച് ആണ്. സോ v1 is to v2 is to v3 എടുക്കുകയാണെങ്കിൽ റൂട്ട് h1 is to റൂട്ട് h2 is to റൂട്ട് h3 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഒന്നാമത്തെ d is to റൂട്ട് 2d is to റൂട്ട് 3d. സോ d ഒക്കെ ക്യാൻസൽ ആകുമ്പോൾ ആൻസർ ഈസ് 1 is to root 2 is to root 3. ആൻസർ ഈസ് ബോയ്. B is the right answer. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. The stopping distance of a moving vehicle is proportional to. ഒരു വെഹിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, ആ വെഹിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസ് ആണെന്ന് വിചാരിക്കാം. ഇവിടെ സ്റ്റോപ്പായി, ഇനീഷ്യൽ വെലോസിറ്റി യു, ഇവിടെ വെലോസിറ്റി 0. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു, സിമ്പിൾ ആണ്, യു സ്ക്വയർ പ്ലസ് 2as വി 0 ആയതുകൊണ്ട് ഇവിടെ മൈനസ് വരും, കാരണം റിട്ടർഡേഷൻ ഉണ്ടാവുക. സോ യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ദിസ് ഈസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസ്. എസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2a. സോ ഹിയർ എസ് ഈസ് യു സ്ക്വയർ ബൈ 2a. ഓപ്ഷൻ നോക്ക്, എന്താണ്? ഈസ് പ്രപ്പോർഷണൽ ടു. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പ്രപ്പോർഷണൽ ടു ഇനീഷ്യൽ വെലോസിറ്റി അല്ല, ക്യൂബ് ഓഫ് അല്ല, സ്ക്വയർ ഓഫ് ഇനീഷ്യൽ. കറക്റ്റ്, സ്ക്വയർ ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി പ്രപ്പോർഷണൽ ആണ്. കറക്റ്റ്. സോ ആൻസർ ഈസ് സി ഈസ് ദ റൈറ്റ് ആൻസർ. ഉണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻസ്. നൗ when a body starts from rest and moves with a constant acceleration, the velocity time graph for its motion is. കോൺസ്റ്റന്റ് ആക്സിലറേഷനിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ മക്കളെ ഉണ്ടാവുക? സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻ വിത്ത് ടൈം ആക്സിസ്. സോ ആൻസർ ഈസ് എ ഇസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വേറെ ഒന്നും നോക്കിയാൽ മനസ്സിലാക്കാം. പിന്നെ സി ക്വസ്റ്റ്യൻ എന്താണ്? സി ക്വസ്റ്റ്യൻ നോക്കിയാൽ സ്ട്രേറ്റ് ലൈൻ ആണ്, പക്ഷെ അത് റിട്ടാർഡേഷൻ ആണ്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന് പറയാൻ പറ്റില്ല. കോൺസ്റ്റന്റ് റിട്ടാർഡേഷൻ ആണെങ്കിൽ സി ആൻസർ വരിക അല്ലേ? ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്. A wooden block of mass 10 kg is moving with an acceleration of 3 meter per second square on a rough floor. ഒരു റഫ് ഫ്ലോർ കൂടെ ഒരു വുഡൻ ബ്ലോക്ക് 10 കിലോഗ്രാം മാസുള്ള വുഡൻ ബ്ലോക്ക് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? മൂവ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ നമുക്ക് വരച്ചു നോക്കാം. സോ ഇത് നമ്മളുടെ മാസ് ആണ്. മാസ് 10 കിലോഗ്രാം ഉള്ള ഒരു ബോഡിയാണ്. ഓക്കെ, ഇയാള് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? മൂവ് ചെയ്യുന്നുണ്ട്. റഫ് സർഫസ് ആണ്. ഇത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ വാല്യൂ 0.3 ആണ്. ദെൻ അപ്ലൈഡ് ഫോഴ്സ്. സോ ഇതിന് മുകളിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് നമ്മൾ കാണണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക? ഫ്രിക്ഷൻ ഉണ്ട് ഇവിടെ അല്ലെ? ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്. ഒന്ന്, ഫ്രിക്ഷൻ ഓവർകം ചെയ്യാനും, പിന്നെ അതിന് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടാവാനും. ഇവിടെ ഫ്രിക്ഷൻ ഇല്ലാത്തൊരു കേസ് ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇസ് ഈക്വൽ ടു MA, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 × 3 അടിച്ചാൽ മതി, 30 ന്യൂട്ടൺ മതി. എന്തിന്? ആ ഫ്രിക്ഷൻ ഇല്ലാത്ത കേസ് ആയിരുന്നെങ്കിൽ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടാക്കാൻ ആർക്ക്? 10 കിലോഗ്രാം മാസിന്. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യാനുള്ള ഫോഴ്സും കൂടി നമ്മൾ കൊടുക്കണം. അപ്പൊ എത്ര ഫ്രിക്ഷൻ ഉള്ള മക്കളെ? F is equal to mu into reaction, that is mu mg മക്കളെ വരിക അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ എത്രയാ? 0.3 ഇൻറ്റു എം എത്രയാ? 10 ഇൻറ്റു ജി 10 എടുത്തോ. സോ ആൻസർ ഈസ് 30 ന്യൂട്ടൺ. അപ്പോൾ 30 എന്തിനാ? ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ. പിന്നെ അടുത്ത 30 എന്തിനാ? ആ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടാക്കാൻ. സോ ടോട്ടൽ ഫോഴ്സ് ഈസ് 30 + 30, ഇറ്റ്സ് വാല്യൂ ബിക്കം 60. സോ ആൻസർ ഈസ് ഡോഗ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ മക്കളെ? ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഫ്രിക്ഷന്റെ കേസ് നോക്കേ വേണ്ട, ജസ്റ്റ് F is equal to MA മാത്രം ചെയ്താൽ മതി. അതായിരിക്കും നെറ്റ് ഫോഴ്സ് ഓൺ ദാറ്റ് ബോഡി ട്ടാ. ഓക്കെ, which one of the following statement is incorrect? തെറ്റായതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ശരിയുള്ളതല്ല, തെറ്റ്. അപ്പൊ ശരിയുള്ളൊക്കെ ഒഴിവാക്കുക, കറക്റ്റ് ആയൊക്കെ ഒഴിവാക്കുക. എന്താണ് നോക്കുക? The state of rest or uniform linear motion both imply zero acceleration. റെസ്റ്റിലും ആക്സിലറേഷൻ അല്ല, യൂണിഫോം ലീനിയർ മോഷനിലും ആക്സിലറേഷൻ അല്ല. അത് കറക്റ്റ് ആണ്, അതുകൊണ്ട് ഓപ്ഷൻ തെറ്റാണ്. A net force is needed to keep a body in uniform motion.
ഒരു ബോഡി യൂണിഫോം മോഷനിൽ കീപ്പ് ചെയ്യാൻ ആ ബോഡിയിൽ നെറ്റ് ഫോഴ്സ് വേണം. തെറ്റാണത് അല്ലേ? ഒരു ബോഡിയിൽ നെറ്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പൊ ആ ബോഡിന്റെ മോഷൻ യൂണിഫോം ആകുമോ? ഇല്ല. സോ ആൻസർ, അപ്പൊ ആ ഓപ്ഷൻ തെറ്റാണ്. നമുക്ക് തെറ്റില്ല വേണ്ടത്. സോ ആൻസർ ഈസ് ബി ഇസ് ദ റൈറ്റ് ആൻസർ. പിന്നെ താഴേക്ക് പോണോ? വേണ്ട. ഓക്കെ, കറക്റ്റ് എന്തായാലും ആൻസറിന്റെ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് കറക്റ്റ് ഉണ്ടാവില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് 31 നോക്കടാ. ഓൺ എ കൺവെയർ ബെൽറ്റ് മൂവിംഗ് വിത്ത് എ സ്പീഡ് യു. ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ട് മക്കളെ, ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ട്. ആ കൺവെയർ ബെൽറ്റ് എത്ര സ്പീഡിലാണ് പോകുന്നത്? ആ കൺവെയർ ബെൽറ്റ് യു സ്പീഡിൽ പോകുന്നു. അതിന്റെ മുകളിലേക്ക് ആര് വീഴുന്നുണ്ട്? സാൻഡ് വീഴുന്നുണ്ട്. അറ്റ് എ റേറ്റ് ഓഫ് dm/dt. ഓക്കെ, ദ എക്സ്ട്രാ ഫോഴ്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ സ്പീഡ് ഓഫ് ദി ബെൽറ്റ് ഈസ്. ഓക്കെ, ബെൽറ്റ് ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ എന്താണ് dm/dt എന്ന റേറ്റിൽ എന്ത് സാൻഡ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ എത്ര എക്സ്ട്രാ ഫോഴ്സ് കൊടുക്കണം? ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. അപ്പൊ നമ്മൾ ഈ കേസിൽ ശരിക്കും അവിടെ എന്താണ് മാസിന് ചേഞ്ച് വരുന്നത് അല്ലേ? ശരിക്കും നമുക്കറിയാം F is equal to നമ്മൾ പറയാറുണ്ട് mdv/dt എന്താ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അവിടെ നമ്മൾ മാസ് കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് വെലോസിറ്റി ആ മാറുന്നതെങ്കിൽ mdv/dt ആണ് എന്ത് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ. എന്നാൽ മാസ് അവിടെ ചേഞ്ച് ആവുന്നത് അല്ലേ? മാസ് ചേഞ്ച് ആയതുകൊണ്ട് ഈ ഇക്വേഷൻ ബിക്കംസ് F, കാരണം വെലോസിറ്റി u ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം. സോ അതിന്റെ മുകളിലേക്ക് v വെലോസിറ്റി മീൻസ് dm/dt എന്ന റേറ്റിൽ മാസ് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, dm/dt into u എന്ന് എഴുതാം. അല്ലെങ്കിൽ u into dm/dt ആണ് മക്കളെ ഫോഴ്സ് വരിക. സോ ആൻസർ ഈസ് m u dm. യെസ്, ആൻസർ ഈസ് D is the right answer. ക്ലിയർ ആയല്ലോ? ഓക്കെ, so u into dm by the extra force required to maintain the speed of belt ചോദിച്ചു. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ കൃത്യമായി ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the area under force time graph. ഞാൻ അങ്ങോട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഗ്രാഫിന്റെ അടിയിലേക്കുള്ള ഏരിയ കാണാൻ പറഞ്ഞാൽ ആ ഗ്രാഫിന്റെ എക്സ് ആക്സും വൈ ആക്സും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. എന്താ കിട്ടുന്നത്? അതാണ് എന്ത് ആ ഏരിയ എടുത്താൽ കിട്ടുക. സോ ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈം എന്താന്നുള്ളത് കാണണം. ഓക്കെ, ഫോഴ്സ് പറഞ്ഞാൽ എന്താ? m ഇൻറ്റു v മൈനസ് u ബൈ ടി ഇൻറ്റു ടി അല്ലേ? ദാറ്റ് ഈസ് ഈ ടി ടി ക്യാൻസൽ ആവുമ്പോൾ m ഇൻറ്റു v മൈനസ് u, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം. സോ എന്താണ്? ഗിവ്സ് ചേഞ്ച് ഇൻ എന്താണ്? മൊമെന്റം അല്ല, യെസ്, ലീനിയർ മൊമെന്റം. ഇതല്ല. ആൻസർ ഈസ് സി ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലാസ്സിൽ പറഞ്ഞ ഓരോ കാര്യം കൃത്യമായി ശ്രദ്ധിച്ചൊരു കുട്ടിക്ക് ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതുവരെയുള്ള. നമുക്ക് നോക്കാം അടുത്ത എന്താ അവസ്ഥ. when a metal spring is elongated within its elastic limit. അപ്പോൾ സ്പ്രിങ് വലിച്ചു നീട്ടുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? വർക്ക് ഈസ് ഡൺ ബൈ ദ സ്പ്രിങ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ഇറ്റ്. ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ലോസ്റ്റ്. ഇറ്റ്സ് ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് ഇൻക്രീസ്ഡ്. എന്താ? ഒരു സ്പ്രിങ് വലിച്ചു നീട്ടിയാൽ എന്തായാലും അതിൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും മക്കളെ? സ്റ്റോർ ചെയ്യും. അപ്പോൾ അതാണ് മോർ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, the instantaneous power in terms of force and instantaneous velocity v is. മക്കളെ, പവറിന്റെ എക്സ്പ്രഷൻ നമ്മൾ കൃത്യമായി ക്ലാസ്സിൽ പറഞ്ഞതാണ്. പവറിന്റെ എക്സ്പ്രഷൻ p is equal to ഫോഴ്സും വെലോസിറ്റിയും തമ്മിൽ റിലേഷൻ പഠിച്ചിട്ടുണ്ട്. f dot v. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആ മക്കളെ. f dot v ആൻസർ p is equal to f dot v. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോൾ വിത്ത് 10 ഒരു ബോൾ ഉണ്ട് വിത്ത് 10⁻³ ജൂൾ എന്ത് കൈനറ്റിക് എനർജി കൊളൈഡ്സ് വിത്ത് ഹൊറിസോണ്ടലി മൗണ്ടഡ് സ്പ്രിംഗ്. സോ ഇതിനുമായി ഹൊറിസോണ്ടലി മൗണ്ടഡ് സ്പ്രിങ്ങിനെ ഇടിക്കുകയാണ്. ഓക്കെ, ഇവൻ വന്നിട്ട് ഇടിക്കുകയാണ്. ഓക്കെ, ഈ കൈനറ്റിക് എനർജി അല്ലേ? ഇത് മാക്സിമം കംപ്രഷൻ ഓഫ് സ്പ്രിംഗ് ഈസ് 50 സെന്റിമീറ്റർ. 50 സെന്റിമീറ്റർ കംപ്രഷൻ ഉണ്ടായി. ഓക്കെ, ആർക്ക്? സ്പ്രിങ്ങിന്. ഇയാളൊന്നും ഒറ്റയിടി. അപ്പൊ സ്പ്രിങ് സ്വാഭാവികമായിട്ട് കംപ്രസ് ചെയ്യും. ആ ഒരു കംപ്രഷൻ നടന്ന് 50 സെന്റിമീറ്റർ കംപ്രസ്ഡ് ആയാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓഫ് സ്പ്രിംഗ് ഈസ്. എടാ ഇവിടെ എന്താ? ഈ ബോൾ ഇങ്ങനെ വന്ന് അതിലേക്ക് ആ സ്പ്രിങ്ങിലേക്ക് ഇടിക്കുമ്പോൾ ആ സ്പ്രിങ് കംപ്രസ് ആവുമ്പോൾ ഈ ബോളിന്റെ സ്പീഡ് കുറഞ്ഞു വരും. അപ്പൊ സംഭവിക്കുക ഈ ബോളിന്റെ കൈനറ്റിക് എനർജി അവിടെ എന്തായി മാറും? സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും.
So we can say that kinetic energy 10 raised to 3 will be equal to spring in the potential energy half kx square. Okay, so from here k will be equal to 2 into kinetic energy by x square. x പറഞ്ഞാൽ 50 into 10 raised to minus 2 ആണ്, അതിൻ്റെ സ്ക്വയർ ഉണ്ടാകും. ഇത് സോൾവ് ചെയ്യണം, അപ്പോൾ ആൻസർ കിട്ടും. So that is equal to 2 into 10 raised to 3 into the 10 raised to minus 4 ആവും, ആ മുകളിൽ കയറുമ്പോൾ 10 raised to plus 4 ആകും, divided by 50 into 50 എന്ന് വരും. That is equal to, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, 2 into 1000 into 10 raised to 4 divided by 50 into 50. Okay, so here നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ 2 zeros ഉണ്ട്, അത് പോയാൽ ഇവിടുത്തെ 2 zeros പോവും, പിന്നെ 5 ഉണ്ട് അല്ലേ. സോ 5ഉം ഈ 1000 ഇത് ക്യാൻസൽ ആകുമ്പോൾ 200 എന്ന് വരും. ഓക്കെ, ഈ 5ഉം ഈ 200 ക്യാൻസൽ ചെയ്യുമ്പോൾ 40 എന്ന് വരും. 2 into 40 is 80. 80 into 10 raised to 2 എന്നുണ്ടാകും. ദാറ്റ് ഈസ് 8 into 10, അല്ലെങ്കിൽ വേണ്ട നോക്കാം, 80 വെച്ചുള്ള ഏതെങ്കിലും വാല്യൂസ് ഉണ്ട്. 80, യെസ്, 8 വെച്ചുള്ള ഒന്നേ ഉള്ളൂ, അപ്പോൾ 8 into 10 raised to 3 എന്ന് എഴുതാം. സോ ആൻസർ ഈസ് 8 10 raised to 3 ആണ്. സോ ആൻസർ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആ മക്കളെ. 36. An object released from certain height h. ഒരു ഒബ്ജക്റ്റ് ഒരു h ഹൈറ്റ് നിന്ന് റിലീസ് ചെയ്യാണ്. ഓക്കെ, ഫൈൻ. ഫ്രം ദ ഗ്രൗണ്ട് റീബൗണ്ട്സ് ടു എ ഹൈറ്റ്. അപ്പോൾ ഇത് റീബൗണ്ട് ചെയ്യുന്നു ഏടം വരെ, h/4 വരെ റീബൗണ്ട് ചെയ്യുന്നു. ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ ഗ്രൗണ്ട് ദ ഫ്രാക്ഷൻ ഓഫ് ദി എനർജി ലോസ്റ്റ് ബൈ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇയാൾ താഴേക്ക് വരുന്ന സമയത്ത്, അയാൾ താഴെ ഇടിക്കുന്ന സമയത്ത് അയാൾക്ക് എത്ര എനർജി ഉണ്ട്? അയാളുടെ എനർജി ഇവിടെ ഇടിക്കുന്ന സമയത്ത്, ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എത്ര എനർജി ഉണ്ട് അറിയോ? mgh എനർജി ഉണ്ടാകും. പിന്നെ അയാൾ ഇടിച്ചതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ കുറച്ച് എനർജി കുറഞ്ഞുണ്ടാവും. ഓക്കെ, പിന്നെ അയാൾ മുകളിലേക്ക് പോകുമ്പോൾ അയാളുടെ എനർജി, അപ്പ് വേർഡ്സിലേക്ക് പോകുമ്പോൾ അയാളുടെ എനർജി എത്ര ഉണ്ടാവും? അയാൾക്ക് എത്ര ഹൈറ്റിൽ പോകാൻ പറ്റും? h/4 ഹൈറ്റിൽ പോകാൻ പറ്റും. അപ്പൊ എത്ര പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവോ അതായിരിക്കും അയാൾക്ക് മുകളിലേക്ക് പോകുമ്പോഴുള്ള കൈനറ്റിക് എനർജി. സിമ്പിൾ ലോജിക്. സോ നമുക്ക് പറയാം, അപ്പൊ ഇയാൾക്ക് ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോൾ എത്ര എനർജി ഉണ്ട്? mgh/4 ഉണ്ട്. അപ്പൊ താഴെ ഹിറ്റ് ചെയ്യുമ്പോൾ mgh എനർജി ഉണ്ട്, മുകളിലേക്ക് പോകുമ്പോൾ എത്ര എനർജി ഉണ്ട്? mgh/4 കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പൊ എത്ര എനർജിയാണ് ലോസ് ആയതെന്നല്ലേ? ഓക്കെ, ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ്റ്റ് ബൈ ഇറ്റ് അല്ലേ? അപ്പൊ ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ്റ്റ് ബൈ ഇറ്റ് എങ്ങനെ കാണാം? ചേഞ്ച് ഇൻ എനർജി ബൈ ഒറിജിനൽ എനർജി, ദാറ്റ് ഈസ് ഈക്വൽ ടു mgh/4 മൈനസ് mgh ഡിവൈഡഡ് ബൈ mgh എന്നുണ്ടാവും. സോ m കട്ട്, g കട്ട്, h കട്ട്. സോ ആൻസർ ഈസ് 1/4 മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു സോറി ചേഞ്ച് എടുത്ത് മാറി, mgh മൈനസ് mgh/4 വലുത് മൈനസ് ചെറുതെടുക്കേണ്ടി കേട്ടോ, ഡിവൈഡഡ് ബൈ mgh. സോ m മൊത്തം ക്യാൻസൽ ആവും, g മൊത്തം ക്യാൻസൽ ആവും, h മൊത്തം ക്യാൻസൽ ആവും. സോ ആൻസർ ഈസ് 1 minus 1/4, that is 3/4 is the fraction. So answer is 3/4, B is the right answer. Simple question. അടുത്ത, a solid metal ring, ഒരു solid metal ring ആണ്. ഓക്കെ, ആൻഡ് എ ഡിസ്ക് ഓഫ് സെയിം റേഡിയസ്. അപ്പോൾ ഒരു ഡിസ്ക് ഉണ്ട്, അപ്പോൾ റേഡിയസ് ഒക്കെ സെയിം ആണ്, ആൻഡ് മാസ്. അപ്പൊ രണ്ടാളി മാസ് m, റേഡിയസ് r, മാസ് m, റേഡിയസ് r. ഫൈൻ, ഒന്ന് റിംഗ് ഒന്ന് ഡിസ്ക് are rotating about their diameter. So diameterലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്, about diameter. System of particles ആണ്. Okay, with the same angular frequency. So ഇവർ റൊട്ടേറ്റ് ചെയ്യുന്നു with the same angular frequency, omega. Now എന്താണ് the ratio of their respective rotational kinetic energy values? So ഒന്നാമത്തെ ആളെ kinetic energy divided by രണ്ടാമത്തെ ആളെ kinetic energy is equal to half I1 omega square by half I2 omega square. omega സെയിം ആണ്, ഹാഫും സെയിം ആണ്. സോ I1/I2 ചെയ്താൽ മതി. ഒന്നാമത്തെ ആളെ പിന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താ മക്കളെ വരിക? mr²/2. രണ്ടാമത്തെ എന്താ? mr²/4 ഉണ്ടാവും. ഇത് കട്ട്, ഇത് 2 വരും. സോ 2 മുകളിൽ കയറുമ്പോൾ 2 ആൻസർ വരും. സോ ആൻസർ ഈസ് 2:1 is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the x and y coordinate of വീണ്ടും system of particles തന്നെ. x and y coordinate of 3 particles m to m
3m r x ഉം y ഉം അറിയാം. The x coordinate of center of mass മക്കളെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. x m എന്താ m1 x1 plus m2 x2 plus m3 x3 divided by m1 plus m2 plus m3 is the equation that is equal to m1 m ആയിക്കോട്ടെ. അപ്പോൾ ഓൻ്റെ x എന്താ 0 plus m2 2m ആയിക്കോട്ടെ. ഓൻ്റെ x വാല്യൂ എന്താ 1 plus അടുത്ത് 3m into ഓൻ്റെ x വാല്യൂ -2 ഡിവൈഡഡ് ബൈ m plus 2m plus അപ്പോൾ മൊത്തം 6m ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2m ഉം അത് -6m ഉം. അപ്പോൾ -4m ഡിവൈഡഡ് ബൈ 6m എന്നുണ്ടാവും. m ക്യാൻസൽ, ദാറ്റ് ഈസ് -2/3 ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? എന്ത് സിമ്പിളാല്ലേ, പടപടപടാർന്ന് ചെയ്യാനുണ്ടല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ സോളിഡ് സിലിണ്ടർ ഓഫ് റേഡിയസ് ആർ. അപ്പോൾ ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ട്. ഒരു സോളിഡ് സിലിണ്ടറിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണണം. റേഡിയസ് ആർ ആണ്, ഓക്കെ. ലെങ്ത് എൽ ആണ്, ഓക്കെ. അബൌട്ട് ഇറ്റ്സ് ലോങ് ആക്സിസ് ഓഫ് സിമെട്രി. സോ ഇതാണ് ലോങ് ആക്സിസ് ഓഫ് സിമെട്രി വരിക കേട്ടോ, ഓക്കെ. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ, അപ്പോൾ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ബോത്ത് കാണുമ്പോൾ I is equal to mr²/2. ഞാൻ പറഞ്ഞിട്ട് ക്ലാസ്സിൽ ഡിസ്കിന്റെ ആക്സിസ് സെന്ററിൽ കൂടെ പോകുന്ന അതേ ഇക്വേഷൻ അതിനും വരിക, ഓക്കെ. സോ mr²/2 ആണ് വരിക. അപ്പൊ റേഡിയസ് ഓഫ് ഗൈറേഷൻ വരുമ്പോൾ എന്താ, m ഒഴിവാക്കി ബാക്കിയുള്ള ആള് k². റേഡിയസ് ഓഫ് ഗൈറേഷന്റെ സ്ക്വയർ ആയിരിക്കും, ക്ലാസ് പറഞ്ഞ കാര്യമാണ്. സോ k² is equal to r²/2 ആണ്. k is equal to മക്കളെ എന്താ വരിക, r/√2 എന്ന് വരും. സോ ആൻസർ ഈസ് r/√2 ബോയ്സ്, റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. വെൻ നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട്സ് ഓൺ എ റൊട്ടേറ്റിംഗ് സിസ്റ്റം. റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ല, ഓക്കെ. റൊട്ടേറ്റ് ചെയ്യുന്ന, അതായത് ഒരു ബോഡിന്റെ മുകളിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ആ ബോഡിന്റെ മൊമെന്റം കൺസേർവ്ഡ് ആണ്. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്താണ്, ഒരു ബോഡിയിൽ നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലെങ്കിൽ എന്താ, അതിന്റെ ആംഗുലാർ മൊമെന്റം കൺസേർവ് ചെയ്യണം അല്ലേ, ആയിരിക്കും. സോ ആംഗുലാർ മൊമെന്റം ഓഫ് ദി സിസ്റ്റം നോട്ട് കൺസേർവ്ഡ്. അപ്പൊ അതല്ല. ഈസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യൂല. അപ്പം ഒരു കാര്യം ചെയ്യാം, കൈനറ്റിക് എനർജിയും ആംഗുലാർ മൊമെന്റും റിലേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു, കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു p²/2m എന്നുള്ള ഇക്വേഷൻ പഠിച്ചില്ലേ ലീനിയർ മോഷനിൽ. അതിന് പകരം ഇവിടെ എന്താ വരിക, കൈനറ്റിക് എനർജി റൊട്ടേഷൻ മോഷനിൽ ആംഗുലാർ മൊമെന്റം ²/2 ടൈംസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ വരിക അല്ലേ, ഓക്കെ. അപ്പൊ ഇനി ഇറ്റ്സ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. അല്ല, L ഇവിടെ കോൺസ്റ്റന്റ് ആണ്. L കൺസേർവ് ചെയ്യണം, കാരണം എന്താ, ടോർക്ക്, നെറ്റ് ടോർക്ക് ഇല്ല. അപ്പൊ L കൺസേർവ്ഡ് ആണ്. സോ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഇൻഡിപെൻഡന്റ് ഓൺ മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ല, ഡിപെൻഡ്സ് ഓൺ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. സോ ഓപ്ഷൻ സി തെറ്റാണ്. ഇറ്റ്സ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതും തെറ്റാ, ഇൻവേഴ്സ്ലി ആണ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, യെസ്, ആൻസർ ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If t be the time period of planet, t എന്താണ്, time period of planet ആണ്, around sun ആണ്, and d is the its mean distance from the sun. Yes, അത് നമ്മൾ സെമി മേജർ ആക്സ് ആക്കി നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് തന്നെ എവിടെയും പറഞ്ഞു. മെയിൻ ഡിസ്റ്റൻസ് ഓഫ് planet from sun ആണ് d, okay. Then according to Kepler's third law എന്താണ്, t² is proportional to a³ എന്നല്ലേ പഠിച്ച്. ഇവിടെ എന്താ, d ആണ്. സോ t² proportional to d³. സോ ആൻസർ ഈസ് സി. എന്താ മക്കളെ, സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ തെറ്റിച്ചാണ്ടല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഇഫ് ദ എർത്ത് ഷ്രിങ്ക് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് പ്രസന്റ് സൈസ്. ഇതാണ് നമ്മളുടെ എർത്ത്. അപ്പൊ ഇത് ഷ്രിങ്ക് ചെയ്യുന്നു പ്രസന്റ് സൈസിന്റെ ഹാഫ്. സോ റേഡിയസ് ഇവിടെ 6, ഇവിടെ റേഡിയസ് എന്താ മക്കളെ, r/2, ഓക്കെ. ആൻഡ് ഇറ്റ്സ് മാസ് റെഡ്യൂസ്ഡ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ആക്ച്വൽ മാസ്. സോ ഇവിടെ മാസ് m, ഇവിടെ മാസ് m/2. ഇനി എന്താണ്, then acceleration due to gravity. G ന്റെ എക്സ്പ്രഷൻ എന്താ, g m/r² അല്ലേ, ഓക്കെ. സോ ഹിയർ g, ഹിയർ g ഡാഷ്. അപ്പൊ ഇവിടെ ഇവിടുത്തെ g ഡാഷ് എന്താകുന്ന ഇൻ ടേംസ് ഓഫ് g കാണണം. സോ ഇവിടെ എന്താ, gm/r² എന്നുണ്ടാവും അല്ലേ. ഇവിടെ എന്താ, g ഡാഷ് എന്താ, g m/2/r/2ന്റെ സ്ക്വയർ ഉണ്ടാകും. ദാറ്റ് ഈസ് gm/2/r²/2². സോ ഈ 2 ക്യാൻസൽ, 2 മുകളിൽ കയറുമ്പോൾ 2gm/r² എന്നുണ്ടാകും. ദാറ്റ് ഈസ് 2g എന്ന് എഴുതാം, 2 times g. സോ എന്ത് ചെയ്യും മക്കളെ, സി ആണ്, ഡബിൾ ആയി മാറും. ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആ മക്കളെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്.
43. When two identical spheres each of radius r, okay, അപ്പോൾ സ്മോൾ റേഡിയസ് r റേഡിയസ് ഉള്ള എന്താണ് രണ്ട് ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് ഉണ്ട്, kept in contact with each other, then the force of attraction between the two spheres is proportional to. ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്തിന് പ്രപ്പോർഷണൽ ആണ്? അപ്പോൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ജി, ഓക്കെ, ടു ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് ഈച്ച് ഓഫ് റേഡിയസ് ആർ kept in, ഓക്കെ, അപ്പൊ ജി എം സ്ക്വയർ ബൈ എന്തെഴുതാം നമുക്ക്? 2r the whole square എന്നെഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി എം സ്ക്വയർ ഡിവൈഡ് ബൈ, കാരണം എം ഇൻറ്റു എം അടിക്കുമ്പോൾ എം സ്ക്വയർ ഉണ്ടാവും, ബൈ 2r, അപ്പോൾ 4r സ്ക്വയർ എന്ന് വരും. നമുക്ക് ഈ മാസ്, ഇവന്റെ മാസ് നമുക്ക് റേഡിയസ് ടേംസിലേക്ക് ഒന്ന് മാറ്റി നോക്കിയാൽ density is equal to mass by volume. From here mass is equal to density into volume, that is equal to density into volume 4/3 pi r cube ആണ്. അപ്പോൾ നമ്മൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ g into rho into 4/3 pi r ക്യൂബിന്റെ ഹോൾ സ്ക്വയർ ഉണ്ടാകും, മാസ് സ്ക്വയർ ഉള്ളതുകൊണ്ട്, ബൈ എന്താ 4r സ്ക്വയർ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഈ ജി, റോ, 4/3, പൈ, 4 ഒക്കെ കോൺസ്റ്റൻസ് ആണ്, ഇതൊക്കെ കോൺസ്റ്റൻസ് ആണ്. അപ്പൊ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട, ഓക്കെ. പ്രപ്പോർഷണൽ ടു നല്ല ചോദിച്ചു. അപ്പൊ ബാക്കിയുള്ള, അപ്പം ആർ ക്യൂബിന്റെ ഒരു സ്ക്വയർ ഉണ്ടാകും ബൈ ഒരു ആർ സ്ക്വയർ ഉണ്ടാകും, ദാറ്റ് ഈസ് r⁻6/r സ്ക്വയർ. ആൻസർ ഈസ് r⁴ ഉണ്ടാവും അല്ലെ. ആൻസർ മക്കളെ ഏതാ വരിക? ബി അല്ലേ വരിക? ഓക്കെ, r⁴ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ ഈസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ കുറയാണ് ചെയ്യുക, അപ്പോൾ തെറ്റാ. വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ഡിക്രീസ് അല്ല, ഗ്യാസിന്റെ വിസ്കോസിറ്റി എന്താ കൂടുക ചെയ്യുക. ലിക്വിഡിന് ഓപ്പോസിറ്റ് ഗ്യാസിന്റെ ബിഹേവിയർ നമുക്ക് പഠിച്ചതാണ് വിസ്കോസിറ്റിന്റെ കേസിൽ ടെമ്പറേച്ചർ മാറുന്ന സമയത്ത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക, സോ അത് തെറ്റാണ്. വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഇൻക്രീസ് ചെയ്യല്ല ചെയ്യുക, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക, ഒക്കെ പഠിച്ചതാണ്. ബോത്ത് ദ സർഫസ് ടെൻഷൻ ആൻഡ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഇൻക്രീസസ്. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റിയും സർഫസ് ടെൻഷനും ഒക്കെ എന്താ മക്കളെ ചെയ്യുക? കുറയാണ് ചെയ്യുക. സോ ആൻസർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയാണ്, ഇതൊക്കെ ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 45. ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഈസ്, ശരിയായ സ്റ്റേറ്റ്മെന്റ്. യങ്സ് മോഡുലസ് ഓഫ് എ വയർ ഡിപെൻഡ്സ് ഓൺ ഇറ്റ്സ് ലെങ്ത്. യങ്സ് മോഡുലസ് ഓഫ് വയർ അതിന്റെ ലെങ്തേ ഡിപെൻഡ് ചെയ്യോ? ഇല്ല, മെറ്റീരിയലിന്റെ നേച്ചറിനെ മാത്രമേ ഡിപെൻഡ് ചെയ്യുള്ളൂ, സോ ഇത് തെറ്റാണ്. ദ യൂണിറ്റ് ഓഫ് യങ്സ് മോഡുലസ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ല, സോറി ന്യൂട്ടൺ പെർ മീറ്റർ അല്ല, ഇത് n പെർ മീറ്റർ ആ വരുന്നത്. അപ്പം യൂണിറ്റ് എന്താ വരല്? ഇതല്ല, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആ വരല് അല്ലേ. അപ്പൊ ഈ ഓപ്ഷനും തെറ്റാണ്. ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്ട്രെസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് സ്ട്രെസ് ഓഫ് ഫോഴ്സ്. അപ്പൊ ഫോഴ്സിന്റെയും സ്ട്രെസ്സിന്റെയും ഡയമെൻഷൻ ഫോർമുല സെയിം ആണെന്ന് അല്ല, സ്ട്രെസ്സിന്റെയും പ്രഷറിന്റെ ആണ് സെയിം, ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ അത് തെറ്റാണ്. യൂണിറ്റ് ഓഫ് സ്ട്രെയിൻ ഈസ് കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ അല്ല, തെറ്റാണ്. പിന്നെ കംപ്രസ്, അപ്പൊ എന്തായാലും ഈ ആൻസർ ശരിയാകും, നോക്കാം. കംപ്രസിബിലിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കംപ്രസിബിലിറ്റി കെ ഓഫ് എ ലിക്വിഡ് ഈസ് എന്താണ്? 1/b ആണ് വരിക. റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് വരും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ കെ ഇതാണ്, ആൻസർ ഈസ് ഇ ആണ്. സിമ്പിൾ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. When a body is strained, ഒരു ബോഡി സ്ട്രെയിൻ സംഭവിക്കുമ്പോൾ the energy stored per unit volume, energy stored per unit volume ഇക്വേഷൻ മക്കളെ എന്താണ്? ഹാഫ് സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്, ശരിയല്ലേ? എനർജി പെർ യൂണിറ്റ് വോളിയം ഇസ് ഈക്വൽ ടു ഹാഫ് സ്ട്രെസ് സ്ട്രെയിൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു, ഇവിടെ ഒക്കെ സ്ട്രെസ് ഉണ്ട്, നമുക്ക് സ്ട്രെസ് ബൈ സ്ട്രെയിൻ is equal to Young's modulus. So from here what is strain? Strain is equal to എന്താണ്? Stress divided by Young's modulus. ഇവിടെ കൊടുക്കുമ്പോൾ stress divided by Young's modulus. So half into stress square by Young's modulus. Answer is ഇതല്ല, yes, stress square by 2 Young's modulus. അപ്പോൾ തന്നെ വരിക stress square by 2 times Young's modulus is the right answer. So C is the right answer. 46i. Next 47. According to equation of continuity, when liquid flows through a tube of variable cross section A with
വേരിയബിൾ വെലോസിറ്റി v. The quantity that remains constant is ഏതാ മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താ? AV is a constant. So answer is yes. C is the right answer. Direct question. Okay, next question ലേക്ക് പോകാം. അടുത്ത question. Two thermally insulated identical vessels A and B. രണ്ട് വെസലുകൾ ഉണ്ട് എയും ബിയും. ഓക്കെ, ആ രണ്ട് ഐഡന്റിക്കൽ വെസൽസ് തെർമലി ഇൻസുലേറ്റഡ് ആണ്. സോ അഡിയബാറ്റിക് ആയിരിക്കും പ്രോസസ്. ഹീറ്റ് പുറത്തേക്കോ ഉള്ളിലേക്കോ പോവില്ല. ഓക്കെ, വെസൽസ് എ ആൻഡ് ബി ആർ കണക്റ്റഡ് ത്രൂ എ സ്റ്റോപ്പ് കോക്ക്. സോ ഇതാണ് സംഭവം. എ എന്ന വെസൽ, ബി എന്ന വെസൽ. ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. ഇവിടെ ഒരു സ്റ്റോപ്പ് കോക്ക് ഉണ്ട്. ഓക്കെ, നൗ എന്താ? A contains a gas. ഇതിനുള്ള ഗ്യാസ് ഉണ്ട്. And B is completely evacuated. ബിയിൽ ഒന്നുമില്ല. If the stopcock is suddenly opened, ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്താൽ ഇത് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. നമുക്കറിയാം ഗ്യാസ് എന്ത് ചെയ്യും? ഇവിടെ പ്രഷർ ഉണ്ടാവും. അപ്പൊ പ്രഷർ ഉള്ളിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് പോകും. അപ്പൊ ഇവിടെ എന്താണ്? എക്സ്പാൻഷൻ എഗെയിൻസ്റ്റ് വാക്വം ആണ്. അപ്പൊ അവിടെ വർക്ക് ഡൺ ഉണ്ടാവില്ല. ഓക്കെ, ഒരു ഗ്യാസ് വാക്വത്തിന് എഗെയിൻസ്റ്റിൽ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ there is no work done. നമ്മൾ പഠിച്ച NCERT പറഞ്ഞ കാര്യമാണ് തെർമോഡൈനാമിക്സിൽ. ഓക്കെ, സോ ഓക്കെ, എന്തായാലും ഈ സ്റ്റോപ്പ് സഡൻലി ഓപ്പൺ ചെയ്താൽ സംഭവിക്കാം. ടെമ്പറേച്ചർ ഈസ് ഹാഫ്ഡ്. ടെമ്പറേച്ചർ പകുതിയാകുന്നു. നമുക്ക് നോക്കാം. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. സോ ഹിയർ ഡെൽറ്റ ഡബ്ല്യു ഈസ് 0. ഓക്കെ, സോ ഹീറ്റ് സപ്ലൈഡ് എന്താണ്? ഹിയർ സീറോ. ഡെൽറ്റ ക്യൂ എന്താ? 0 ആണ്. കാരണം എന്താ? അഡിയബാറ്റിക് പ്രോസസ് ആണ്. സോ അപ്പൊ ഡെൽറ്റ യു എന്താവണം? 0 ആവണം. അപ്പൊ ഡെൽറ്റ യു 0 പറഞ്ഞാൽ there is no change in internal energy. ഇന്റേണൽ എനർജിക്ക് മാറ്റമില്ലെങ്കിൽ എന്താ? ടെമ്പറേച്ചറിന് മാറ്റം ഉണ്ടാവില്ല. സോ ടെമ്പറേച്ചർ ഹാഫ് ആവൂല, ടെമ്പറേച്ചറിന് മാറ്റം ഉണ്ടാവില്ല അല്ലെ? ഓക്കെ, അപ്പൊ ഇന്റേണൽ എനർജി ഓഫ് ഗ്യാസ് ഹാഫ്ഡ്. ഇന്റേണൽ എനർജിക്ക് ഒരു മാറ്റവും ഇല്ല. അടുത്ത ഇന്റേണൽ എനർജി ഓഫ് ഗ്യാസ് ആൻഡ് പ്രഷർ ആർ ഹാഫ്ഡ്. ഓ, മാറ്റമില്ലല്ലോ. ടെമ്പറേച്ചർ ആൻഡ് ഇന്റേണൽ എനർജി ഓഫ് ഗ്യാസ് റിമെയിൻസ് ദ സെയിം. യെസ്, മാറ്റമില്ല പറഞ്ഞാൽ എന്താ? റിമെയിൻസ് ദ സെയിം ആണ്. ആര്? ടെമ്പറേച്ചറും ഇന്റേണൽ എനർജിയും അല്ലെ? അടുത്തെന്താ? പ്രഷർ ആൻഡ് ഇന്റേണൽ എനർജി ഓഫ് ദി ഗ്യാസ് റിമെയിൻസ് ദ സെയിം. ഓക്കെ, പ്രഷർ എന്താവില്ല മക്കളെ? സെയിം ആവില്ല. പ്രഷറിൽ എന്തുണ്ടാകാം? മാറ്റം ഉണ്ടാവും അല്ലെ? അപ്പം ഇന്റേണൽ എനർജി സെയിം ആണ്, പക്ഷെ പ്രഷർ എന്താവില്ല? സെയിം ആവില്ല. ഓക്കെ, സോ ആൻസർ പറഞ്ഞു ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ പ്രോസസ് ഇൻ വിച്ച് ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഈസ്. എന്ത് പ്രോസസ്സാ മക്കളെ? ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സിൽ എന്തില്ല? ഹീറ്റ് ഫ്ലോ ഇല്ല. നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. ഹീറ്റ് അഡീഷനോ ഹീറ്റ് റിജക്ഷനോ അല്ലെങ്കിൽ എന്ത് പ്രോസസ് ആണ്? അഡിയബാറ്റിക് പ്രോസസ്. സോ ആൻസർ ഈസ് എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? When the temperature of the source of a Carnot engine is at Carnot engine ആണ്, ഇത് സോഴ്സ് ആണ്. സോഴ്സ് 400 കെൽവിൻ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ സിങ്ക് ഉണ്ട്. ഇത് സോഴ്സ്, ഇത് സിങ്ക് എത്രയാണ്? നമുക്ക് അറിയില്ല. ടെമ്പറേച്ചർ നമുക്ക് അറിയില്ല. ഓക്കെ, ടീന്ന് കൊടുക്കാം. Now listen. Its efficiency is 25. So ഇയാളുടെ എഫിഷ്യൻസി എത്രയാ മക്കളെ? ഇവിടെ വർക്ക് ഡൺ ഒക്കെ ഉണ്ടാവും പുറത്തേക്ക് കേട്ടോ. ഓക്കെ, എഫിഷ്യൻസി 25% ആണ്. The required increase in temperature of the source ടെമ്പറേച്ചർ എത്ര കൂട്ടണം? എന്തിനാണ് മക്കളെ? source to increase the efficiency 50% is. അതായത് എന്താ വെച്ചാൽ the required increase in temperature of the സോഴ്സിന്റെ ടെമ്പറേച്ചർ എത്ര കൂട്ടിയാലാണ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ടു 50%. 25% എഫിഷ്യൻസി ഉള്ള 50%ലേക്ക് എത്തിക്കാൻ ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് എത്ര വർദ്ധിപ്പിക്കണം? സിങ്കുമ്പോ തൊട്ട് കളിക്കണ്ട. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് ഇവിടുത്തെ സിങ്ക് ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് കാണാം. എഫിഷ്യൻസി ഇക്വേഷൻ ഈസ് 1 - T2/T1 ആണ്. ഓക്കെ, T2 പറഞ്ഞാൽ ഇതാണ് T2, ഇതാണ് T1. ഓക്കെ, സോഴ്സിന്റെ T1, സിങ്കിന്റെ T2 ആണ്. സോ ഇവിടെ നമുക്ക് മക്കളെ 25% എന്നുള്ള വാല്യൂ എടുക്കുമ്പോൾ 0.25 ഉണ്ടാവുക. ഈസ് ഈക്വൽ ടു 1 - T2/400 ഉണ്ടാകും അല്ലെ? ഫ്രം ഹിയർ വാട്ട് ഈസ് T2? അപ്പൊ T2/400 എന്നുള്ളത് എന്താവും? 1 - 0.25 എന്നുണ്ടാകും. ദാറ്റ് ഈസ് 0.75. 0.75 എന്ന് പറഞ്ഞാൽ 3/4 അല്ലേ? 3/4 എന്ന് കൊടുക്കാം. സോ 3/4. ഓക്കെ, സോ T2 അപ്പം എന്താ വരിക? 4T/4 × 400. that is 100 വരുമ്പോ that is 300. സോ 300 കെൽവിൻ ആണ് ഇവിടെ എന്ത്? സിങ്കിന്റെ ടെമ്പറേച്ചർ 300 കെൽവിൻ. ഇനി നമുക്ക് T എത്ര ആക്കണം? മീൻസ് T1 എത്ര ആക്കണം എന്നുള്ളതല്ലേ? അപ്പൊ എഫിഷ്യൻസി 50 ആവാൻ. സോ എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു 1 - T2/T1 ൽ. ഓക്കെ, എഫിഷ്യൻസി 0.5 ആയി. 50% മീൻസ് 0.5.
1 മൈനസ് T2. T2 എന്ന് പറയുമ്പോൾ സിങ്ക് ആണ്. ആ എത്രയാ മക്കളെ? 300 തന്നെ, മാറ്റല്ല. ഡിവൈഡഡ് ബൈ T1 എത്രയാകണം? സോ 300 ബൈ T1 ഇസ് ഈക്വൽ ടു എത്രയാ മക്കളെ? 300 നിങ്ങൾ എടുക്കുക. അങ്ങോട്ട് എത്ര? 1 മൈനസ് 0.5 ഈസ് 0.5. ഫ്രം ഹിയർ T1 ഇസ് ഈക്വൽ ടു 300 by 0.5. 300 എത്ര? 0.5 ഉണ്ട്, 600. സോ 600 കെൽവിൻ. അപ്പൊ 400 ഉള്ളത് ഇപ്പൊ എത്ര ആക്കി മാറണം? 600 ആയി മാറണം. അപ്പൊ എത്ര? ആൻസർ 600 എന്ന് കുത്തരുതേ, ഓപ്ഷൻ നോക്കണേ. The required increase in temperature എന്നാ ക്വസ്റ്റ്യൻ. ടെമ്പറേച്ചറിലുള്ള വർധനവ്. അപ്പൊ 400 എത്ര ടെമ്പറേച്ചർ വർദ്ധിക്കണം? 200 വർദ്ധിച്ചാൽ 600 ആവും അല്ലെ? സോ ആൻസർ ഈസ് 200. പല ആൾക്കാരും കുത്തിണ്ടാവും, എന്ത് അറിയോ? 600 വേഗം ബി കുത്തിണ്ടാവും. അത് തെറ്റാ. ആൻസർ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിക്ക് ആയ മക്കളെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When an ideal diatomic gas is heated at a constant pressure. ഓക്കെ, ഒരു ഐഡിയൽ ഡയറ്റോമിക് ഗ്യാസ് എന്താ മക്കളെ? കോൺസ്റ്റന്റ് പ്രഷറിൽ ചൂടാക്കുകയാണ്. ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് എനർജി സപ്ലൈഡ് ദാറ്റ് ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദി ഗ്യാസ് ഈസ്. ഓക്കെ, സോ ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് എനർജി സപ്ലൈഡ് ദാറ്റ് ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ഹീറ്റ് എനർജി സപ്ലൈഡും ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി, ആ രണ്ട് വാല്യൂസ് നമുക്കൊന്ന് ആദ്യം കണ്ടുനോക്കാം. അപ്പോൾ ഡയറ്റോമിക് ഗ്യാസ് ആണ്, അതിനെ ഹീറ്റ് ചെയ്യുന്നുണ്ട് കോൺസ്റ്റന്റ് പ്രഷറിൽ. സോ കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ CP വിൽ ബി ഈക്വൽ ടു മക്കളെ എന്താണ്? ഡെൽറ്റ Q ബൈ N ഡെൽറ്റ T. ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, കോൺസ്റ്റന്റ് പ്രഷർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഡെൽറ്റ Q കിട്ടും. ഹീറ്റ് എനർജി സപ്ലൈഡ് ഇസ് ഈക്വൽ എന്താ? CP ഇൻറ്റു N ഡെൽറ്റ T എന്ന് കിട്ടി. ഏത് കിട്ടി? ഹീറ്റ് എനർജി സപ്ലൈഡ് കിട്ടി. നെക്സ്റ്റ് ഇനി ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി അല്ലേ? അപ്പൊ ഇന്റേണൽ എനർജി ഇൻക്രീസ് പറയുമ്പോൾ ഡെൽറ്റ യു എന്ന് പറയുമ്പോൾ CV ഇൻറ്റു N ഡെൽറ്റ T എന്ന് വേണമെങ്കിൽ പറയാം. കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ ഹീറ്റ് സപ്ലൈഡ് എന്താ? ഡെൽറ്റ യുക്ക് ഈക്വൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ. കോൺസ്റ്റന്റ് വോളിയം ഐസോകോറിക് പ്രോസസ്സിൽ കോൺസ്റ്റന്റ് വോളിയം ഇതാണ്. CV എടുക്കുകയാണ്. CV പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള C വാല്യൂ ആണ്. അപ്പൊ അവിടെ ഡെൽറ്റ ക്യൂക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ യു എന്ന് കൊടുക്കാം. നോ ഇഷ്യൂസ്. അപ്പൊ നമ്മൾ കോൺസ്റ്റന്റ് വോളിയം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ബിക്കംസ് ഡെൽറ്റ യു, നമുക്കറിയുന്ന കാര്യമാണ്. സോ ഫ്രം ഹിയർ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ യു ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് CP N ഡെൽറ്റ T ബൈ CV N ഡെൽറ്റ T എന്ന് വരും. രണ്ടും കട്ടാവും. CP ബൈ CV. ഓക്കെ, ഡെൽറ്റ ക്യൂ ബൈ എന്താണ്? ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ CP ബൈ CV ആണ്. അപ്പൊ CP ബൈ CV എത്രയാന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, CP ബൈ CV. ഇവിടെ ആളേതാ മക്കളെ? ഇത് എന്താ സാധനം? എന്താ ഇവിടെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാധനം? ഇവിടെ ഡയറ്റോമിക് ഗ്യാസ്. അപ്പോൾ ഡയറ്റോമിക് ഗ്യാസ് വാട്ട് ഈസ് ഗാമ? CP ബൈ CV പറഞ്ഞാൽ ശരിക്കും അത് ഗാമയാണ്, നമുക്കറിയാം. ഗാമ എന്ന് പറഞ്ഞാൽ 1+2 ബൈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ 1+2 ബൈ ഇത് ഡയറ്റോമിക് അല്ലേ, 5 DOF ഉണ്ടാവും. സോ ബൈ 5. ആൻസർ ഈസ് 7/5 ആണ് എന്ത് വരിക? ഗാമ വാല്യൂ വരിക അല്ലെ. അപ്പോൾ ഇവിടെ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ യു ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? CP ബൈ CV എന്ന് കിട്ടി. സോ ആൻസർ ഈസ് 7/5 ആണ് ഓപ്ഷൻ വരിക. റെഡി അല്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കാര്യം, ചെറിയ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് സപ്ലൈഡ് ദാറ്റ് ഇൻക്രീസസ് ദ ഇന്റേണൽ എനർജി എന്നാ പറഞ്ഞത് അല്ലെ. ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് എനർജി സപ്ലൈഡ് ദാറ്റ് ഇൻക്രീസസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദി ഗ്യാസ് ആണ്. അപ്പൊ നമ്മൾ കാണേണ്ടത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ യു അല്ല, സോറി തിരിച്ചാണ് കാണേണ്ടത്. ഓക്കെ, ഡെൽറ്റ യു ബൈ ഡെൽറ്റ ക്യൂ ആണ് കാണേണ്ടത് കേട്ടോ. ഓക്കെ, ഡെൽറ്റ മാറി പോകരുത്, സോറി. അപ്പൊ എന്താ മക്കളെ വരിക? ഡെൽറ്റ യു ബൈ എന്താണ് വരിക? ഡെൽറ്റ യു ബൈ ഡെൽറ്റ ക്യൂ ആണ് വരിക. ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് എനർജി സപ്ലൈഡ് ദാറ്റ് ഇൻക്രീസസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദി ഗ്യാസ് ആണ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡിവൈഡഡ് ബൈ എന്താണ്? ഹീറ്റ് എനർജി. അപ്പം നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ എത്ര ഫ്രാക്ഷൻ ഇന്റേണൽ എനർജിയാണ് റൈസ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ചെറിയൊരു റേഷ്യോ ബിറ്റ്വീൻ അല്ല ചോദിച്ചു. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കൾ എന്താ വരിക? CV N ഡെൽറ്റ T ബൈ CP N ഡെൽറ്റ T വരും. തിരിച്ചിട്ടാൽ മതി. അപ്പൊ ആൻസർ നമ്മൾ നേരത്തെ കിട്ടിയാണ്. 7/5 അല്ല, 5/7 ആ വരിക. കാരണം CP ബൈ CV ആണ് എന്ത്? ഗാമ.
ഓക്കെ, അപ്പൊ സി ബൈ സി പി എന്താ 1/γ, ദാറ്റ് ഈസ് 5/7 ഉണ്ടാവും. സോ ഓപ്ഷൻ നോക്കുക, എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് നോക്കണം. The ratio of kinetic energy values of 5 gram of hydrogen to 7 gram of nitrogen at room temperature is ratio of kinetic energy of this much hydrogen and this much nitrogen. Kinetic energy അല്ലേ, so kinetic energy of hydrogen by kinetic energy of nitrogen കാണണം, that is equal to അപ്പോൾ ഇത് ശരിക്കും ഡയറ്റോമിക് ഗ്യാസ് ആണ്. സോ ഡയറ്റോമിക് ആകുമ്പോൾ 5 times half kBT ആണ് വരിക, ശരിയല്ലേ? ഓക്കെ, ഡിവൈഡ് ബൈ ഇവിടെയും എന്താ 5 times half kBT ഉണ്ടാകും. ഇത് ഒരു മോളിക്യൂളിൻ്റെതാ ഇൻടു. അപ്പോൾ എത്ര പിന്നെ മോൾസ് ഉണ്ട്, എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഇൻടു. ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു മോൾഡ് വെച്ച് എഴുതാം. അപ്പം 5 times half kBT ഇൻടു അവഗാഡ്രോ നമ്പർ ബൈ 5 times half kBT ഇൻടു അവഗാഡ്രോ നമ്പർ. ഇപ്പൊ എന്താ കിട്ടിയത്? ഇപ്പം ഒരു മോൾ മോളിക്യൂൾസിന്റെ എന്ത് കിട്ടി? കൈനറ്റിക് എനർജി കിട്ടി. ഹൈഡ്രജന്റോ നൈട്രജന്റോ കിട്ടി, അത് സെയിം ആണ്, അത് മാറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ ഉള്ള വാല്യൂ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഒരു മോളിന്റെ കൈനറ്റിക്, ഹൈഡ്രജന്റെ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ അങ്ങനത്തെ എത്ര മോളുണ്ട് ഹൈഡ്രജന്? 4 grams ഉണ്ട്. ഇപ്പൊ ഗിവൻ മാസ് 4 gram ആണ്, മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ 2 ആണ്. സോ 4 gram by 2 gram 2. അപ്പൊ 2 മോൾ ഉണ്ട്. അപ്പൊ ഇൻറ്റു 2 ഡിവൈഡ് ബൈ. ഇനി താഴെ എന്താണ്? ഇത് ഒരു മോൾ നൈട്രജന്റെ എന്താണ്? ഒരു മോൾ ഏത് ഗ്യാസ് ആണെങ്കിലും ഡയറ്റോമിക് ആണോ അതിന്റെ കൈനറ്റിക് എനർജി ഒരു മോൾ മോളിക്യൂൾസിന്റെ എല്ലാതും സെയിം ആയിരിക്കും. ഓക്കെ, സോ അവിടെ എത്ര മോൾ ഉണ്ട്? 7 gram. 7 gram ഡിവൈഡ് ബൈ 28 മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ വരിക, 40 into 2. സോ 7 by 28 ദാറ്റ് ഈസ് 1/4 എന്നുണ്ടാവും. സോ ഇതൊക്കെ കട്ടായി പോവും. ബാക്കി ആൻസർ ഉണ്ടാവുക 2/8 ആൻസർ ഉണ്ടാവും. അപ്പൊ 8:1 ഈസ് ദ റൈറ്റ് ആൻസർ. 8:1 ഓപ്ഷനിൽ കാണുന്നില്ല അല്ലേ? ഓക്കെ, ആൻസർ എന്തായാലും റേഷ്യോ ഓഫ് ദർ മോൾസ് തന്നെ വരിക. 8:1 ആ കറക്റ്റ് ആൻസർ കേട്ടോ. ചിലപ്പോൾ ഓപ്ഷൻ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുന്നത് ചെയ്യാൻ മതി. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ പ്ലാനറ്റ് വിത്ത് റേഡിയസ് ആർ. ഒരു പ്ലാനറ്റിന്റെ റേഡിയസ് ആർ ആണ് ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി വിൽ ഹാവ്. ഒരു പ്ലാനറ്റ് ആണ്, ഇതാണ് പ്ലാനറ്റ്, ഇത് പ്ലാനറ്റ് ആണ്, ഇതാണ് പ്ലാനറ്റ്. ഓക്കെ, അതിന്റെ പിന്നെ വിത്ത് റേഡിയസ് ആറ് ആണ്, റേഡിയസ് ആറ് ആൻഡ് ആക്സലറേഷൻ ഡ്യൂ പ്ലാനറ്റിന്റെ റേഡിയസ് ആണ്, പ്ലാനറ്റ് ആണ്, സാറ്റലൈറ്റ് അല്ല. ഓക്കെ ഫൈൻ. പ്ലാനറ്റിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്, അതിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി ആണ്. Will have atmosphere only if RMS speed of air molecule is less than. ഓക്കെ, അപ്പോൾ ഒരു പ്ലാനറ്റിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാകണമെങ്കിൽ നമുക്കറിയാം പിന്നെ മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ല. അപ്പൊ ഒരു പ്ലാനറ്റിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സാറ്റലൈറ്റിൽ എന്തായാലും എന്തിനാണെങ്കിലും ഒരു പ്ലാനറ്റിലോ സാറ്റലൈറ്റിലോ അറ്റ്മോസ്ഫിയർ ഉണ്ടാകണമെങ്കിൽ അവിടുത്തെ മോളിക്യൂൾസിന്റെ, അതായത് എയർ മോളിക്യൂൾസിന്റെ RMS വെലോസിറ്റി എന്തിനേക്കാൾ കൂടരുത്? എസ്കേപ്പ് വെലോസിറ്റിനേക്കാൾ കൂടാൻ പാടില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം മക്കളെ? RMS വെലോസിറ്റി ഷുഡ് ബി ലെസ് ദാൻ എന്തായിരിക്കണം? എന്തായിരിക്കണം? നമ്മളുടെ എസ്കേപ്പ് വെലോസിറ്റി ആയിരിക്കണം, വി എസ്കേപ്പ് ആയിരിക്കണം. എസ്കേപ്പ് വെലോസിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണല്ലോ, √2gr അല്ലേ? √2gr അല്ലേ? സോ VRMS ഷുഡ് ബി ലെസ് ദാൻ √2gr. ഡയറക്റ്റ് √2gr ഉണ്ടല്ല, ഇവിടെ 1.414 ഉണ്ട്. സോ √2 നമുക്ക് 1.414 എന്ന് കൊടുത്താൽ ഇൻറ്റു GR എന്ന് വരും. സോ ആൻസർ ഈസ് ലെസ് ദാൻ എന്താ? 1.414 GR. സോ ആൻസർ ഈസ് എ ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 54 ആണ്. ശ്രദ്ധിക്കാം. If the ratio of the acceleration due to gravity on the surface of Earth to that on the surface of Moon is 6:1. അപ്പോൾ ജി വാല്യൂ എർത്തിലെയും മൂണിലെയും തമ്മിലുള്ള റേഷ്യോ 6:1 ആണ്. Then the ratio of periods of simple pendulum on their surfaces. അപ്പം GE/GM എന്ന് പറഞ്ഞാൽ അപ്പൊ 6 ആണ് വരിക. അങ്ങനെയെങ്കിൽ റേഷ്യോ ഓഫ് ടൈം പീരീഡ്സ് കാണണം. സോ ടൈം പീരീഡ് TE/T 3 കൊടുക്കാം ഇസ് ഈക്വൽ ടു എന്താണ്? 2π√L/G എർത്ത് ബൈ 2π√L/G മൂൺ.
2 pi L L. So G moon മോളിൽ കയറുമ്പോൾ root of G moon by G earth. That is equal to root of GE by GM 6 ആണെങ്കിൽ GM by GE എന്തായിരിക്കും 1 by 6. So answer is 1 is to root 6. Option D is the right answer. Ready? Simple question. Next question. Okay, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question, the velocity of a transverse wave propagating on a stretched string represented by ഇതൊരു traveling wave ആണ്. ഒരു stretched stringൽ പോകുന്ന transverse waveന്റെ ഇക്വേഷൻ ആണ്. എക്സും വൈയും മീറ്ററിലാണ്, ടി സെക്കൻഡ്സിലാണ്. ഫൈൻ. SI യൂണിറ്റിലാണ്. ക്വസ്റ്റ്യൻ എന്താ? വെലോസിറ്റി കാണണം. ഫൈൻ. ഇതിന്റെ വെലോസിറ്റി കാണണം. സോ ഇത് ശരിക്കും y is equal to a sin kx minus omega t എന്ന ഫോമിലാണ്. സോ വെലോസിറ്റി ഇക്വേഷൻ ഉണ്ട്. v is equal to എന്താ? ഒമേഗ ബൈ k ആണ് അല്ലേ? ഓക്കെ. സോ ഒമേഗ ബൈ കെ വെച്ച് ചെയ്യുമ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒമേഗ എന്ന ടീന്റെ ഒപ്പം ഉള്ള ആളാ അല്ലേ? ഓക്കെ. സോ സോറി, ഒമേഗ ബൈ കെ അല്ലല്ലോ, ഒമേഗ ബൈ കെ അല്ല, എന്താണ് വരിക? ഒമേഗ ബൈ കെ തന്നെ, ശരിയാ. ഓക്കെ. സോ ഒമേഗ ബൈ കെ വരുമ്പോൾ ഒമേഗന്റെ സ്ഥാനത്ത് ടീന്റെ ഒപ്പം ഉള്ള ആൾ. ഓക്കെ. സോ ടീന്റെ ഒപ്പം ഉള്ള ആള് പൈ ബൈ 2 അല്ലേ? സോ പൈ ബൈ 2 ബൈ പൈ ബൈ 3. സോ ഈ പൈ കട്ടാകുമ്പോൾ 3 by 2. ആൻസർ ഈസ് 3 by 2. 1.5. യെസ്, റെഡിയാ. 1.5 meter per second. സോ ആൻസർ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ. ഇപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The kinetic energy of a particle of mass m executing linear simple harmonic motion with oscillation ആണ് SHM with angular velocity omega and amplitude a is 1 by 4 m a square omega square at a distance of dash from the mean position. ഒന്നുമില്ല. ആംപ്ലിറ്റ്യൂഡ് എയും ആംഗുലാർ വെലോസിറ്റി ഒമേഗയിലും എം മാസുള്ള ഒരു മീൻസ് എം മാസുള്ള ഒരു ബോഡി ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ എ ആംപ്ലിറ്റ്യൂഡിൽ എന്തെങ്കിലും സിമ്പിൾ ഹാർമോണിക് മോഷനിലുണ്ട്. അയാളുടെ കൈനറ്റിക് എനർജി ആണ് 1 by 4 ma square omega square. ഓക്കെ. അപ്പൊ അത് ആ കൈനറ്റിക് എനർജി ആകുന്ന സമയത്ത് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഫ്രം ദ മീൻ പൊസിഷൻ. അപ്പൊ അയാള് ആ മെയിൻ പൊസിഷന് എത്ര ഡിസ്റ്റൻസിലായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷനും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ എന്താ പറയുക, അവർക്ക് ഡിറൈവ് ചെയ്യുകയും ചെയ്യാം. എടാ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ y is equal to a sin omega t എടുത്തോ. ഓക്കെ. വെലോസിറ്റി എന്താ വരിക? a omega cos omega t വരിക അല്ലേ? സോ കൈനറ്റിക് എനർജി എന്താ മക്കളെ? വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഉണ്ടാക്കാം. ഹാഫ് എം വി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഓക്കെ അടുത്തെന്താ എ സ്ക്വയർ ഇൻറ്റു സൈൻസ് കോസ് സ്ക്വയർ ഒമേഗ ടി നമുക്ക് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് എഴുതാം. ഇനി എ ഉള്ളിലേക്ക് എടുത്താൽ 1 by 2 ഇവിടെ എം ഉണ്ട്, സോറി എം ഉണ്ട്. 1 by 2 എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. സൈൻ സ്ക്വയർ എ സൈൻ ഒമേഗ ടി വൈ ആണ്. സോ ആൻസർ ഈസ് 1 by 2 എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. സോ ദിസ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി വിത്ത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ കൈനറ്റിക് എനർജി അറിയാം, ഡിസ്പ്ലേസ്മെന്റ് ആ കാണേണ്ടത് അല്ലേ? അപ്പൊ മക്കളെ എങ്ങനെ കാണും നമ്മൾ? അത് കാണാൻ ദാ അവിടെ ശ്രദ്ധിക്കുക, അത് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. സിമ്പിൾ ടെക്നിക്കാണ്. കൈനറ്റിക് എനർജിക്ക് വാല്യൂ കൊടുക്കുക. എത്രയാണ്? 1 by 4 m a square omega square ഓക്കെ ഇസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. സോ ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇവിടെ എം കട്ട് ഒമേഗ സ്ക്വയർ കട്ട് ഇവിടെ ഹാഫ് കട്ടുമ്പോൾ 2 വരും. ഓക്കെ. സോ എ സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. സോ വൈ സ്ക്വയർ ഇങ്ങോട്ടേക്കും പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2. അപ്പൊ എന്താ? y സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2 ആണ്. y എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ ബൈ 2 ദാറ്റ് ഈസ് എ ബൈ റൂട്ട് 2 എന്നുണ്ടാവും. സോ ആൻസർ ഈസ് എ ബൈ റൂട്ട് 2. എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ നമുക്ക് ആ റിലേഷൻ കൈനറ്റിക് എനർജിയും ഡിസ്പ്ലേസ്മെന്റ് എന്ന റിലേഷൻ കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് കാണാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. നെക്സ്റ്റ് വൺ. When two sound waves of slightly different frequencies f1 and f2 are sounded together, then the time interval between successive maxima is. എടാ മക്കളെ, രണ്ട് സൗണ്ട് വേവ്സ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്.
അവരെ ഫ്രീക്വൻസികൾ F1ഉം F2 ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും ബീറ്റ്സ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ ശരിക്കും രണ്ടൊരു ഫ്രീക്വൻസി സ്ലൈറ്റ് ഡിഫറൻസ് ഫ്രീക്വൻസി ഉള്ളൂ F1ഉം F2ഉം തമ്മിൽ, ആയിക്കോട്ടെ. അപ്പോൾ അവിടെ ശരിക്കും റിസൾട്ടിംഗ് വേവിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും മക്കളെ? ന്യൂ ഇസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ റിസൾട്ടിംഗ് വേവിന്റെ ടൈം പീരീഡ് 1 ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു ആണല്ലോ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് F1 മൈനസ് F2. സോ ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 1/F1 മൈനസ് F2 ആണ്. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ അറിയും? ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ സക്സസീവ് മാക്സിമം ആണ് ചോദിച്ചത്. അപ്പം F1 ഫ്രീക്വൻസി F2 ഫ്രീക്വൻസിയുള്ള രണ്ട് സൗണ്ട് വേവ്സ് ഒരുമിച്ച് ബീറ്റ് മീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ബീറ്റ് ഉണ്ടാവും. അപ്പൊ ആ ബീറ്റ് ഫ്രീക്വൻസി എത്രയാണോ ആ ഒരു മീൻസ് ബീറ്റ് ഉണ്ടാകുന്ന ടൈം പീരീഡ്, അതായത് ഒരു ഹൈ പിച്ച് ഒരു ലോ പിച്ചും ഉണ്ട്. ഒരു ഹൈ സൗണ്ടും ഒരു ലോ സൗണ്ടും ഇങ്ങനെ ഫ്രീക്വന്റ് ആയി കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഒരു ഹൈ സൗണ്ട് കേട്ട് പിന്നെ അടുത്ത ഹൈ സൗണ്ട് കേൾക്കുന്ന വരെയുള്ള ടൈമാണ് ശരിക്കും എന്ത് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടുത്തെ ഫ്രീക്വൻസി നമുക്കറിയാം. ഫ്രീക്വൻസി നമുക്ക് നേരെ എന്ത് കാണാം? ടൈം പീരീഡ് കാണാം. ആ ടൈം പീരീഡ് തന്നെയായിരിക്കും മക്കളെ എന്ത് അവിടുത്തെ രണ്ട് സക്സസീവ് മാക്സിമങ്ങൾക്കിടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ആൻസർ ഈസ് 1/F1 മൈനസ് F2. യെസ്, ആൻസർ യെസ്, സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The electric potential at a point at a distance r due to a electric dipole is proportional to simple. പഠിക്കുന്ന കാര്യമാണ്. എന്താ മക്കളെ? പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താ? 1/4πε0 into P cos theta by r square അല്ലേ? എന്ത്? P cos theta by r square അല്ലേ? എന്ത്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എനി പോയിന്റ്. പഠിക്കുന്ന കാര്യമാണ്. സോ ഇവിടെ അപ്പോൾ r⁻²ന് പ്രപ്പോർഷനിലാണ് പൊട്ടൻഷ്യൽ എന്നാ പറഞ്ഞത് അല്ലേ. ഇപ്പൊ എന്താ? ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്തിന് പ്രപ്പോർഷനിലാണ്? r⁻²ന്. സോ ആൻസർ ഈസ് ഡി ഈസ് ദ റൈറ്റ് ആൻസർ. V proportional to r⁻². Okay, direct question. Next, an air capacitor and identical capacitor filled with dielectric medium of dielectric constant 5. Okay, അപ്പോൾ ഒരു സാധാ എയർ കപ്പാസിറ്റർ ഉണ്ട്, പിന്നെ ഒരു വേറെ അതേപോലെ ഒരു കപ്പാസിറ്റർ ഉണ്ട് ഫിൽഡ് വിത്ത് ഡൈലക്ട്രിക് മെറ്റീരിയൽ ആണ്. എത്ര? 5 ഡൈലക്ട്രിക് മെറ്റീരിയൽ. അപ്പൊ എപ്സിലോൺ ആർ വാല്യൂ ഇവിടെ 5 ആണെന്ന് മനസ്സിലായി. ആർ കണക്റ്റഡ് ഇൻ സീരീസ്, സോ ഒരു സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു ടു എ വോൾട്ടേജ് സോഴ്സ് ഓഫ് 12 വോൾട്ട്. സോ അവർ ഒരു 12 വോൾട്ട് സോഴ്സുമായിട്ട് കണക്ട് ചെയ്തു. ദ ഫോൾ ഓഫ് പൊട്ടൻഷ്യൽ അക്രോസ് C1 ആൻഡ് C2 ആർ റെസ്പെക്റ്റീവ്ലി. സോ C1 ഇതാണ്, C2 ഇതാണ്. ആദ്യം പറഞ്ഞ എയറും പിന്നെ പറഞ്ഞ മീഡിയം ഉള്ള കപ്പാസിറ്ററുമാണ്. സോ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യണം. സോ ഇവിടുത്തെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ നമുക്ക് നോക്കാം. ഇവിടെ ടോട്ടൽ വോൾട്ടേജ് 12 വോൾട്ട് ആണ്. സോ ഇവിടുത്തെ കപ്പാസിറ്റൻസ് C ആണെങ്കിൽ ഇവിടുത്തെ എയും ഡിയും സെയിം ആണ്. അപ്പൊ ഒന്നാമത്തെ കപ്പാസിറ്റൻസ് A∈0/d ആണ്. രണ്ടാമത്തോ A∈0 ആണ്. അപ്പൊ A∈0/d നമുക്ക് എന്ത് കൊടുക്കാം? C എന്ന് കൊടുത്താൽ ഇൻറ്റു 5 എന്ന് വരും. അപ്പൊ എന്താണ് ഇത്? 5C. ഡയറക്റ്റ് നമുക്ക് എഴുതാവുന്ന കാര്യമാണ്. ഓക്കെ, സോ കാരണം ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. സോ ഇനി ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണം. സിക്കും 5നും കിട്ടുന്ന പൊട്ടൻഷ്യൽ. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ മക്കളെ? രണ്ടാക്കും എന്താ? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുക അല്ലെ. അപ്പൊ പക്ഷെ ഇവിടെ ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ചാർജ് ഇവിടെ സെയിം ആണ്. സോ നമുക്ക് പറയാം ഒന്നാമത്തെ ആൾക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to Q/C. സോ Q/C ആണ്. രണ്ടാമത്തെ ആൾക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുമ്പോൾ V2 is equal to Q. രണ്ടാൾക്കും സെയിം ആയതുകൊണ്ട് Q തന്നെ by 5C ആണ്. So from here what is V1/V2? V1/V2 എന്ന് പറഞ്ഞാൽ എന്താണ്? Q/C by Q/5C. So QQ കട്ട്, CC കട്ട്. So answer is 5. Okay. ഇനി V1 plus V2 എന്താണ്? അത് 12 ആണ്. Okay. So from here ഇവിടുന്ന് നമുക്ക് എന്ത് കൊടുക്കാം? V1 is equal to 5V2 എന്ന് കൊടുക്കാം. അപ്പൊ V1 ന് 5V2 എന്ന് കൊടുത്താൽ 5V2 plus V2 is equal to 12 ആണ്. From here 6V2 is equal to 12 ആണ്. So V2 is equal to 2 വോൾട്ട്. അപ്പൊ രണ്ടാമത്തെ ഇവന് കിട്ടുന്ന വോൾട്ട് 2 വോൾട്ട്, മറ്റവനോ 10 വോൾട്ട്. അപ്പൊ 10ഉം 2 ആയിരിക്കും കിട്ടുക. So answer is B is the right answer. 10 volt and 2 volt is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The ratio of magnitudes of electrostatic force between two protons at a distance r apart to that between two electrons at the same distance. Okay, അപ്പോൾ രണ്ട് പ്രോട്ടോണുകൾ r ഡിസ്റ്റൻസ് അപ്പാർട്ട് ഉണ്ട്, രണ്ട് ഇലക്ട്രോണുകളും r ഡിസ്റ്റൻസ് അപ്പാർട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ്
ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ റേഷ്യോ കാണും. എടാ മക്കളെ, ഒന്നാമത്തെ കേസിൽ എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 k എന്ന് കൊടുത്തോ ഇൻറ്റു Q1 Q2 by R square. രണ്ടാമത്തെ കേസിലും എഫ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു Q1 Q2 by R square. രണ്ടിന്റെ പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ ചാർജ് സെയിം അല്ലേ മക്കളെ? ഇപ്പൊ Q1 Q2 സെയിം ആണ്, R സെയിം ആണ്. സോ ഫോഴ്സ് ഓഫ് ദ റേഷ്യോ എന്താ മക്കളെ വരിക? 1:1. സിമ്പിൾ ക്വസ്റ്റ്യൻ. When two charges are kept in air medium, രണ്ട് ചാർജുകളെ എയർ മീഡിയത്തിൽ കീപ്പ് ചെയ്തു. At certain distance d, ഇവരെ d ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്തു. The force between them is F. അപ്പോൾ ഇവിടെ ഫോഴ്സ് F ആണ്. When they are kept in a dielectric medium, അവരെ ഡൈഇലക്ട്രിക് മീഡിയത്തിൽ വെച്ചപ്പോൾ at the same distance of separation, same distanceൽ ഡൈഇലക്ട്രിക് മീഡിയത്തിൽ വെച്ചപ്പോൾ the force between them becomes F/2. അപ്പോൾ ഫോഴ്സ് F/2 ആയി. Then the dielectric constant of the medium is. So from here F is equal to എന്താ മക്കളെ? 1/4πε0 into എന്താണ്? 2 ചാർജസ് അല്ലേ? അപ്പോൾ Q1 Q2 by d square. F/2 എന്താ വരിക? 1/4πε0 epsilon r into Q1 Q2 by d square എന്ന് വരും. സോ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ F/2 is equal to ഇതും കട്ടാവും ഡിവൈഡ് ചെയ്യുമ്പോൾ. ഈ Q1 Q2 d square ഒക്കെ കട്ടാവും. ബാക്കി ഉണ്ടാവുക മുകളിൽ 1/1 by താഴെ 1/ε0 എന്നുണ്ട്. അപ്പൊ ε0 മുകളിൽ കയറും. ഓക്കെ, F ക്യാൻസൽ, 2 മുകളിലും കയറുമ്പോൾ എന്ത് വരും മക്കളെ? ε0 is equal to 2 എന്ന് വരും. സോ ആൻസർ ഈസ് 2 is the right answer. Boy is the right answer. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. The magnitude of the drift velocity per unit electric field, VD/E ആണ് കവി ചോദിച്ച്. അതെന്താ? മൊബിലിറ്റി അല്ലേ? ആൻസർ ഈസ് എ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്. എ വീസ്റ്റം ബ്രിഡ്ജ് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പം ഒരു വീസ്റ്റം ബ്രിഡ്ജ് വരക്കാം നമുക്ക്. ഒരു വീസ്റ്റം ബ്രിഡ്ജ് ഞാൻ വരച്ചു. ഓക്കെ, ഒരു വീസ്റ്റം ബ്രിഡ്ജ് നെറ്റ്വർക്ക് ഉണ്ട്. ഈസ് ബാലൻസ്ഡ് വിത്ത് റെസ്പെക്റ്റീവ് റെസിസ്റ്റേഴ്സ് 5, 10, 20, 40. ഓക്കെ, അതായത് പി ക്യു ആർ എസ്. സോ പി ക്യു ആർ എസ് ആണ്. അവിടെ റെസിസ്റ്റൻസിന്റെ വാല്യൂസ് 5, 10, 20, 40. ഓക്കെ, ഇതാണ് സംഭവം. സോ ഇനി എന്താ ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് കണക്റ്റഡ്. ഓക്കെ, ഇത്രയും ഓക്കെ. If a 40 ohm resistor is connected across SR, അപ്പൊ എസിന് അക്രോസ് ഒരു 40 ohm വെച്ചാൽ then the bridge is again balanced by connecting. അപ്പോൾ ബ്രിഡ്ജ് വീണ്ടും ബാലൻസ് ആണോ? അപ്പോൾ ഈ 40 ഇല്ലെങ്കിൽ ബാലൻസ്ഡ് ആണോ? 5/20 1/4 ആണ്. 10/40 അപ്പോഴും 1/4 ആണ്. സോ ബാലൻസ്ഡ് ആണ്. ഓക്കെ, ഇനി 40 വെച്ചാൽ എന്താ സംഭവിക്കുക? 10/20 എന്നോ ഈ ലെഫ്റ്റ് സൈഡ് 10/20 ഇത് 1/2 എന്നാകും. ലെഫ്റ്റ് സൈഡ് അപ്പോഴും എന്ത് തന്നെയാണ്? 1/4 തന്നെയാണ്. ഇപ്പൊ ഇത് 1/2 ആയിട്ടുണ്ട്. ഒന്നുകിൽ ലെഫ്റ്റ് സൈഡ് 1/2 ആക്കണം, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് 1/4 ആക്കണം. അപ്പൊ ബാലൻസ്ഡ് ആവും. അപ്പൊ നോക്കാം. അപ്പൊ എന്താ പറഞ്ഞു നോക്കിയേ? ലെഫ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? 10 ohm അക്രോസ് ആർ. ഇവിടെ 10 വെക്കുക. 10 വെച്ചാൽ ആകെ അലമ്പാവും അല്ലെ? 10 ohm വെച്ചാൽ അലമ്പാവും. കാരണം 10ഉം 20 എത്ര ഉണ്ടാവും? 20 × 10/30 ഉണ്ടാകും. സോ 20/3. അപ്പൊ ഫ്രാക്ഷനിലേക്ക് പോകും. വേണ്ട. സോ അത് വേണ്ട. ഓക്കെ, അപ്പൊ 10 പറ്റൂല. പിന്നെ 10 ohm അറ്റ് പി. അപ്പൊ പിയിൽ എന്ത് ചെയ്യുക? 10 ohm വെച്ചാൽ 5 × 10 / 15 വരും. സോ ഇത് 2, ഇത് 3. അപ്പൊ 10/3. അപ്പൊ ഫ്രാക്ഷൻ വരും. വേണ്ട. അപ്പൊ അതും പറ്റൂല. ഓക്കെ, 10 ohm അറ്റ് എവിടെയും പറ്റില്ല, പിയും പറ്റില്ല. 20 അക്രോസ് ക്യൂ. അപ്പൊ ക്യൂക്ക് അക്രോസ് 20 വെച്ച് കൊടുത്താൽ 20 വെച്ച 20 അപ്പൊ 200/30 വീണ്ടും ഫ്രാക്ഷൻ വരും. സോ പറ്റില്ല. ഓക്കെ, നമുക്കിവിടെ 1/4 ഉണ്ട്, ഇവിടെ 1/2 ഉണ്ട്. ആ റേഞ്ചിലേക്ക് എത്തുന്നില്ല. ഇനി നമുക്ക് വേറെ കാര്യം നോക്കാം. 20 ohm അറ്റ് അക്രോസ് പി. എവിടെ? പിക്ക് അക്രോസ് 20 ohm വെച്ചാൽ 20 × 5/25. ഇത് കട്ടാവുമ്പോൾ 5, ഇത് 4 വരും. 4ഉം 20ഉം ശരിയാവൂല. ഓക്കെ, സോ ഇനി അടുത്തത് 10 ohm അറ്റ് അക്രോസ് ക്യൂ അല്ല. ഇവിടെ 10 ohm വെച്ചാലോ? ഇവിടെ 10 ohm വെച്ചാലോ 10, 10, 5 ആവും. 10, 10, 5 ആകുമ്പോൾ 10, 10, 5 ആയി. അപ്പൊ 5/20 സോറി
ഇവിടെ 5/20 അല്ല, ഇവിടെ 20 വരിക. സോ 5/20 മീൻസ് 1/4 ആണ്. 5/20 യെസ്, അതും 1/4 ആണ്. യെസ്, എക്സാക്ട്ലി. സോ ആൻസർ ഈസ് ദ റൈറ്റ് ആൻസർ. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്ത് നോക്കുക, അപ്പൊ ആൻസറിലേക്ക് ഈസി എത്താൻ പറ്റും. സോ ആൻസർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If one cell is counted wrongly in a series combination of 4 cells, each of EMF 1.5, 4 സെൽ ഉണ്ട്, അതിൽ ഒന്ന് wrongly കൗണ്ട് ചെയ്തു ലൈക്ക് ദിസ്. ഓക്കെ, ഓരോന്നിന്റെയും വോൾട്ടേജ് 1.5 വോൾട്ട് ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് 0.5 ഓം ആണ്. Then the equivalent internal resistance of the combination. അയ്യേ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിന്റെ ഇക്വലന്റ് EMF ആണ് ചോദിച്ചെങ്കിൽ എത്ര മക്കളെ ഉണ്ടാവുക? പിന്നെ ഒന്നും അപ്പം 3 വോൾട്ട് ഉണ്ടാവുക ഇക്വലന്റ് EMF ആണെങ്കിൽ. ഓക്കെ, ഇന്റേണൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് 0.5 പ്ലസ് 0.5 പ്ലസ് 0.5 പ്ലസ് 0.5 ദാറ്റ് ഈസ് 2 ഉണ്ടാവും ആൻസർ. ആൻസർ ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 65 ആണ്. അതൊരു കളർ കോഡ് കാർബൺ റെസിസ്റ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ മക്കൾ, എന്താണ്? ബ്ലൂ. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ അല്ലേ? ഇതാണ് നമ്മളുടെ BB റോയ്. ഞാൻ BB റോയിനെ ഇങ്ങോട്ട് മാറ്റി ചെയ്താം. സോറി, ഇങ്ങോട്ട് ഇതാക്കി ചെയ്താം. സോ ഇറ്റ്സ് വാല്യൂ, നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഇത് 0 ആണ്, 1 2 3 4 5 6 അല്ലേ? ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ബ്ലൂ ആണ്, സോ 6 വന്നു. പിന്നെ ബ്ലാക്ക് 0 ആണ്, ഇൻറ്റു റെഡ് പറയുമ്പോൾ 2, 10⁻². ഇനി നോക്കണ്ട, ആൻസർ ഈസ് അടുത്ത ക്വസ്റ്റ്യൻ 66. A conductor of length L 20 centimeter carrying a current of 5 ampere placed at an angle of 30 degree external magnetic field theta 30 degree external magnetic field of 0.5 Tesla. So B is equal to 0.5 Tesla. The force acting on it. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചപ്പോൾ അതിന്റെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. വാട്ട് ഈസ് എക്സ്പ്രഷൻ? I into L cross B. ILB sin theta അല്ലേ? ILB sin theta. I എത്രയാ മക്കളെ? 5. L എത്രയാ മക്കളെ? 20 10⁻². B എത്രയാ മക്കളെ? 0.5. sin theta sin 30 1/2. സോ ഇത് കട്ട്, ഇത് 10 ആയി. ആൻസർ ഈസ് 10 10⁻⁻1 ആകും. അപ്പോൾ 5 into 0.5 2.5 10⁻⁻1 that is 0.25. So answer is C is the right answer. Okay, simple direct substitution മക്കളെ, വേറെ ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 67. എന്താ പറയുക? 67 എ കറണ്ട് ക്യാരിയിങ് കോയിൽ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് B. ഒരു കറണ്ട് ക്യാരിയിങ് കോയിലിനെ ഒരു B മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്യാണ്. ഇതൊരു കോയിലാണ്. ഓക്കെ, ഇവനെ ഒരു B മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്യാണ്. എക്സ്പീരിയൻസസ് എ ടോർക്ക് T. ടോ എന്ന ഒരു ടോർക്ക് അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇഫ് തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ടു, ഇതാണ് നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദി കോയിൽ ആൻഡ് B and the field B and phi is the flux linked with the coil, then okay, അപ്പോൾ ടോർക്കും ഫ്ലെക്സിനെയും കുറിച്ചാണ് ഓപ്ഷനിൽ ചോദിക്കുന്നത്. ഓക്കെ, ടോർക്ക് ഓൺ എ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ടോ ഈസ് ഈക്വൽ ടു M cross B ആണ്. ദാറ്റ് ഈസ് MB sin theta. Now what is flex? Flex പറഞ്ഞാൽ എന്താ മക്കളെ? B into A into sin cos theta. BA cos theta. B dot A ആണ് വരിക. B into A into cos theta. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം അറിയാം. ടോർക്ക് മാക്സിമം ആകുമ്പോൾ ഫ്ലെക്സ് 0 ആയിരിക്കും, കാരണം സൈനും കോസും ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ ടോർക്ക് ഈസ് മിനിമം ഫോർ തീറ്റ ഇസ് ഈക്വൽ ടു 90. തീറ്റ 90 ആയാൽ മിനിമം അല്ല മാക്സിമം വരിക, കാരണം സൈൻ 90 1 ആവൂലേ, അപ്പൊ ടോർക്ക് മാക്സിമം വരണ്ടേ. സോ ഓപ്ഷൻ എ ഈസ് ഇൻകറക്റ്റ്. അടുത്ത ടോ ആൻഡ് ഫൈ ആർ മാക്സിമം ഫോർ തീറ്റ ഇസ് ഈക്വൽ, ഒരിക്കലും ആവില്ല. തീറ്റ 0 ആകുമ്പോൾ ഫൈ മാക്സിമം ആകും, ഫ്ലെക്സ് മാക്സിമം ആകും, പക്ഷേ ടോ 0 ആവണം. സോ ബി ഓപ്ഷൻ തെറ്റാണ്. ഫൈ ഈസ് മാക്സിമം. ഫൈ ഇപ്പം തീറ്റ 90 ആകുമ്പോൾ, തീറ്റ 90 ആകുന്ന സമയത്ത് ഫൈ കോസ് 90 0, സോ ഫ്ലെക്സ് മിനിമം ആവുക ചെയ്യാം. സോ സിയും തെറ്റാണ്. ടോ ആൻഡ് ഫൈ ആർ 0 ഫോർ തീറ്റ ഇസ് ഈക്വൽ 90 അല്ല. തീറ്റ 90 ആകുന്ന സമയത്ത് ടോർക്ക് എന്താവുക മക്കളെ? മാക്സിമം ആകും. പിന്നെ ഫൈ എന്താ? ഫ്ലെക്സ് എന്താകും? 0 ആകും. സോ ഇതും തെറ്റാണ്.
ഇനി ടോ ഈസ് സീറോ, ടോർക്ക് സീറോ, ഫ്ലെക്സ് മാക്സിമം ഫോർ 0 ഡിഗ്രി. 0 ഡിഗ്രി ആകുന്ന സമയത്ത് ഫ്ലെക്സ് മാക്സിമം ആണ്, ടോർക്ക് എന്താ സീറോ ആണ്. കറക്റ്റ് ആണ്. ആൻസർ ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാൻ ഇപ്പോൾ പറഞ്ഞതിലൊക്കെ സിമ്പിൾ തന്നെ. ഏതാ ഇപ്പൊ ടഫ് ആയിട്ടുള്ളത് മക്കളെ? നെക്സ്റ്റ്, ഇൻ സൈക്ലോട്രോണിൽ ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്. അപ്പൊ ഫ്രീക്വൻസിന്റെ എക്സ്പ്രഷൻ എന്താ മക്കളെ? QB/2πm എന്നല്ലേ നമ്മുടെ ഫ്രീക്വൻസിന്റെ എക്സ്പ്രഷൻ വരിക. റെഡി? ഓക്കെ. അപ്പൊ QB/2πm ആണ് മക്കളെ ഫ്രീക്വൻസിന്റെ എക്സ്പ്രഷൻ സൈക്ലോട്രോണിൽ അല്ലേ. ഓക്കെ. അപ്പൊ ഈ ഫ്രീക്വൻസി, സൈക്ലോട്രോണിന്റെ ഫ്രീക്വൻസി എന്താണ്? എന്തിനെയാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത്? ഡിപ്പെൻഡ് ചെയ്യാത്ത ആരെയാണ്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ അല്ല. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എനർജി അവിടെ നിൽക്കട്ടെ. ഓസിലേറ്റർ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. കാരണം ഓസിലേറ്റർ ഫ്രീക്വൻസിയും നമ്മുടെ സൈക്ലോട്രോണിന്റെ ഫ്രീക്വൻസിയും സെയിം ആകണമല്ലോ. ആവണം. അപ്പൊ ഓസിലേറ്റർ ഫ്രീക്വൻസി എത്രയാണോ അത്ര ആക്കണം ഏത് ഫ്രീക്വൻസി? സൈക്ലോട്രോൺ ഫ്രീക്വൻസി. അപ്പൊ ഓസിലേറ്ററിംഗ് ഫ്രീക്വൻസിയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഇക്വേഷനിൽ ഇല്ലാന്നേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, അപ്പൊ ഇതുമല്ല ആൻസർ. ഓക്കെ. മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഇതുമല്ല ആൻസർ. ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഇതുമല്ല ആൻസർ. ആൻസർ എന്താ? എനർജി. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈക്ലോട്രോണിന്റെ ഉള്ളിൽ കൂടെ ചാർജ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഓരോ ഹാഫ് റെവല്യൂഷനിലും അതിന്റെ കൈനറ്റിക് എനർജി ഇങ്ങനെ കൂടി, പിന്നെ രണ്ട് ഡിന്റെ ഇടയിൽ കൂടെ മൂവ് ചെയ്യുമ്പോഴും അതിന്റെ കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്. കൈനറ്റിക് എനർജി കൂടിയാലും അത് റിവോൾവ് ചെയ്യുന്ന അതിന്റെ ഓരോ ഡി കൂടെ കടന്നു പോകുന്ന ഓരോ ഇൻബിറ്റ്വീൻ ഡി ഇല്ല. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ കൈനറ്റിക് എനർജി കൂടി, അപ്പൊ ഇത് ഇങ്ങനെ റിവോൾവ് ചെയ്തു ഇവിടെ എത്തി. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും കൈനറ്റിക് എനർജി കൂടി, ഇവിടുത്തെ കൈനറ്റിക് എനർജി ഹൈ ആ. അപ്പൊ അതിന്റെ സർക്കുലർ പാത്തിന്റെ റേഡിയസ് കൂടുന്നേ ഉള്ളൂ. പക്ഷേ ഫ്രീക്വൻസിക്ക് മാറ്റം ഉണ്ടാവില്ല, ടൈം പീരീഡിന് മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് ആൻസർ എന്താ? എനർജിയും ഫ്രീക്വൻസിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എനർജി കൂടിയോട്ടെ, ഫ്രീക്വൻസിക്ക് മാറ്റമില്ല. കൃത്യമായി ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ. നെക്സ്റ്റ്, ദ ഹാർഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എമംഗ് ദ ഫോളോയിങ്. ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ അൽനിക്കോ എന്ന് NCERT പറയുന്നുണ്ട്. സോ ആൻസർ ഈസ് ദിസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if BC is the magnetic induction at the center of a circular coil, ഒരു circular coilന്റെ സെന്റർ ഉണ്ട്. ഈ സെന്ററിലെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് BC ആയിക്കോട്ടെ. ഓക്കെ. circular coil carrying current, then the magnetic induction at a point on the axis of the coil. ഇതൊക്കെ നമ്മൾ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. axis of the coil at a distance equal to the radius of the coil is. അതായത് ഈ കോയിലിന്റെ റേഡിയസ് R ആണ്. ഓക്കെ. ഇതിന്റെ സെന്ററിലെ ഇന്റൻസിറ്റി BC ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെന്ററിന് ആക്സിയലി R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ബി ആക്സിയൽ നമ്മൾ കാണണം അല്ലെ. അപ്പൊ മക്കളെ ഇക്വേഷൻ എന്താണ്? വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഇന്റൻസിറ്റി ഓഫ് എ സർക്കുലർ കറന്റ് കാരിങ് ലൂപ്പ് അറ്റ് ദ സെന്റർ? സെന്റർ അല്ലാതെ നമുക്ക് ആക്സിയൽ കാണാം. ബി ആക്സിയൽ എന്താ? ബി ആക്സിയൽ എന്ന് പറഞ്ഞാൽ µ0 IR² / 2 × x² + R² ഹോൾ റേസ് ടു 3/2. ഇതാണ് ഇക്വേഷൻ ആക്സിയൽ. അപ്പൊ ആക്സിയൽ എത്ര ഡിസ്റ്റൻസ്? R ഡിസ്റ്റൻസ് അല്ലേ. സോ നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത്? നമുക്കിവിടെ ക്യാപിറ്റൽ R എന്ന റേഡിയസ് ആണ്, ഈ റേഡിയസ് ആണ്. നമുക്ക് ഇത് രണ്ടും R ആക്കിയാലോ? ഇങ്ങനെ R ആക്കാം. രണ്ടും ക്യാപിറ്റൽ R ആക്കാം. ഓക്കെ, ക്യാപിറ്റൽ R. ഓക്കെ, രണ്ടും ഞാൻ ക്യാപിറ്റൽ R ആക്കാൻ പോവാണ്. ശ്രദ്ധിക്കാം, ഇക്വേഷനിൽ ഞാൻ ക്യാപിറ്റൽ R കൊടുത്തുപോയി. ഇതും R ആയിക്കോട്ടെ. ഓക്കെ. സോ µ0 IR² / 2 × R² + R² 2R² ഹോൾ റേസ് ടു 3/2 എന്നുണ്ടാവും. ഓക്കെ. ഇതാണ് എന്ത് മക്കളെ? ആക്സിയലിലെ ഇന്റൻസിറ്റി വരിക. ഓക്കെ. ഇത് നമുക്ക് ഒന്ന് ചെറുതാക്കാൻ വേണമെങ്കിൽ ചെറുതാക്കി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു µ0 IR² / 2 × 2⁻³ പിന്നെന്താ ഒരു R². അപ്പൊ R³ എന്നുണ്ടാവും. സോ ഇത് കട്ട് ഒരു രണ്ട് ആറും കട്ട്. അപ്പൊ 6 താഴെ ബാക്കി ഉണ്ടാവും. ഓക്കെ. സോ ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്? ആക്സിയലിൽ കിട്ടിയത്. ഇനി നമുക്ക് വേണ്ടത് എവിടത്തെ മക്കളെ? ഇനി നമുക്ക് വേണ്ടത് സെന്ററത്തെ വേണം അല്ലെ. സെന്റർ പറയുമ്പോൾ എക്സിന് 0 കൊടുത്താൽ മതി. സെന്ററത്തെ അപ്പൊ BC നമുക്ക് കാണാന് BC എത്രയാണ്? BC is equal to µ0 IR² / 2 × ഇതിന് 0 കൊടുക്കുമ്പോൾ സെന്ററത്തെ കിട്ടും. അപ്പൊ R² R³ ഉണ്ടാകും. സോ അത് കട്ടാകുമ്പോൾ µ0 I/2R എന്നുണ്ടാവും. µ0 I/2R. ഓക്കെ. അപ്പൊ µ0 I/2R. അപ്പൊ ഇവിടെ നോക്കുക. അപ്പം ബി ആക്സിയലിന് ചോദിച്ച്
ബി ആക്സിയൽ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു μ0I/2, ഇവിടെ r ഉണ്ട്, r ഇൻറ്റു 2⁵3/2 ഉണ്ടാവും. ദാറ്റ് ഈസ് μ0I/2r നമുക്ക് ബി സി എന്ന് വിളിക്കാം ബൈ 2⁵3/2. അപ്പൊ എന്താണ് ബി സി ബൈ 2⁵3/2 ഉണ്ടോ നോക്കുക ഓപ്ഷനിൽ, ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക്, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം ബി സി ബൈ 2⁵3/2. 2⁵3/2 എന്നുള്ളത് ശരിക്കും √2 ഹോൾ ക്യൂബ് ആണ്. That is √2 into √2 into √2. That is 2√2 ആണ് വരിക. So എന്താ പറയുക, BC by 2√2 is the answer. So answer is A is the right answer. Simple question. Okay. അടുത്ത question. If air core is replaced by an iron core in an inductor. അപ്പോൾ ഒരു ഇൻഡക്ടർ ഉണ്ട്, ഒരു ഇൻഡക്ടർ എന്താണ്, if air core is replaced by an iron core in an inductor. Okay. അപ്പൊ എന്താണ്, എയർ കോറിനെ മാറ്റി എന്താക്കി, നമ്മൾ അയൺ കോർ ആക്കി. അപ്പൊ എന്താണ്, ഇതിന്റെ ഉള്ളിൽ ഒരു അയൺ കോർ മെറ്റീരിയൽ വെച്ചു. ഓക്കെ, ഇറ്റ് സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 0.02 മില്ലി ഹെൻറി ടു 40 മില്ലി ഹെൻറി. ദെൻ റിലേറ്റീവ് പെർമിബിലിറ്റി ഓഫ് ദി അയൺ ഈസ്. ഓക്കെ, സോ ഇവിടെ എന്താണ് ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ μ0n²al ആണ് ഇക്വേഷൻ. അപ്പൊ ഇത് L1 ആണ്, μ0 ആണ് വരിക. ഇവിടെ രണ്ടാമത്തെ L2 എന്താ മക്കളെ വരിക, μ0 μr n²al എന്ന് വരും. ഓക്കെ, സോ L1/L2 ബിക്കംസ് μ0 കട്ടാകും. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ n² കട്ടാകും, a കട്ടാകും, L-ഉം കട്ടാകും. പിന്നെ ബാക്കി ഉണ്ടാവും എന്താണ്, മുകളിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ 1/ ഇതിൽ ഒരു μr ബാക്കി ഉണ്ടാവും. ഓക്കെ, സോ ഫ്രം ഹിയർ μr അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ μr ഇസ് ഈക്വൽ ടു എന്താ വരിക, L2/L1 ഉണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 മില്ലി ഹെൻറി ബൈ 0.02. ദാറ്റ് ഈസ് മുകളിൽ ഞാൻ 100 കൊണ്ട് ഗുണിക്കുക, താഴെ 100 കൊണ്ട്. അപ്പൊ 40ഉം 2 0 താഴെ 2 ഉണ്ടാവും. സോ ആൻസർ ഈസ് 2000. 2000 is the right answer. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏതാ മക്കളെ ടഫ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞേരി, ഒറ്റൊന്നുമില്ല, എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ്. Among various circuits constructed with a resistor R, inductor L and capacitor C, the circuit that gives maximum power dissipation is, എടാ ഒരു സർക്യൂട്ട് ഉണ്ട്, അത് LCR സർക്യൂട്ട് ആണ്. ഓക്കെ, LCR എന്ന് പറഞ്ഞില്ല. ഓക്കെ, സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാണ്, റെസിസ്റ്റർ R, ഇൻഡക്ടൻസ് L, ഇൻഡക്ടൻസിലെ ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റൻസ് C ഉള്ള കപ്പാസിറ്റർ ഉണ്ട്. That gives maximum power dissipation is, അത് എപ്പോഴാ മാക്സിമം പവർ തരികയെന്ന്, P is equal to VRMS IRMS cos phi. cos phi 1 ആവുമ്പോഴാണ് എന്ത് മാക്സിമം പവർ കിട്ടുക. cos phi എപ്പോഴാണ് 1 ആവുക, cos phi 1 ആകണമെങ്കിൽ സർക്യൂട്ട് പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആവണം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ എന്താവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LCR സർക്യൂട്ട് റെസൊണൻസ് കണ്ടീഷനിലാവണം. അപ്പൊ നോക്കാം, പ്യൂർലി ഇൻഡക്റ്റീവ് നെവർ, പ്യൂർലി കപ്പാസിറ്റീവ് നെവർ, പ്യൂർലി റെസിസ്റ്റീവ് യെസ്, LC പറ്റൂല, CR പറ്റൂല. ഓക്കെ, അപ്പൊ രണ്ട് ഓപ്ഷൻസ്, ഒന്നുകിൽ പ്യൂർലി റെസിസ്റ്റീവ് അല്ലെങ്കിലോ LCR ആവുക, അറ്റ് റെസൊണൻസ് ആവുക. ദാറ്റ്സ് ഓൾ. അപ്പം നമ്മൾ ആൻസർ സി ആ, പ്യൂർലി റെസിസ്റ്റീവ് ആ വരിക അല്ലേ. അപ്പൊ മക്കളെ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. 72 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂർ നമ്മൾ ചെയ്തു. അപ്പോൾ അത്രക്ക് സിമ്പിൾ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുക പറഞ്ഞാൽ അത്രക്ക് സിമ്പിൾ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേഷൻ പ്രകാരം കൃത്യമായി ക്ലാസ്സിൽ മനസ്സിലാക്കി കൃത്യമായി ക്ലാസ്സിൽ ഇരുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു 65-ന്റെയും 70-ന്റെയും ഇടയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, ഷുവർ ആണ്. ഓക്കെ, അത്രയ്ക്ക് എളുപ്പമായിരുന്നു. അപ്പൊ നമുക്ക് ഇതോടുകൂടി ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ മക്കളെ ഇനി അടുത്ത എക്സാമിലേക്ക് വേണ്ടി കൃത്യമായി പ്രിപ്പയർ ചെയ്യുക, അടിപൊളി പ്രിപ്പയർ ചെയ്യുക കേട്ടോ. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.